ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും പഠിത്തമൊക്കെ എവിടം വരെ ആയി? ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇംഗ്ലീഷിന്റെ 6ാമത്തെ 6th സ്റ്റാൻഡേർഡിന്റെ ഇംഗ്ലീഷിന്റെ കുറച്ച് കാര്യങ്ങളായിട്ടാണ്. നമ്മളുടെ ബാക്ക് സൈഡിൽ എക്സസൈസിന്റെ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ളതിൽ നിന്നും PSCയുടെ ചോദിച്ചു വരുന്ന ചോദ്യങ്ങളും അതുപോലെ തന്നെ ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത് കേട്ടോ. ചോദിക്കാനായിട്ട് സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പൊ അതിന് മുമ്പായിട്ട് 5th സ്റ്റാൻഡേർഡിന്റെ നമ്മൾ ഇംഗ്ലീഷ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കാണുക. മലയാളം നമ്മൾ SCERT കംപ്ലീറ്റ് ചെയ്ത വീഡിയോ ഉണ്ട്, പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അതുപോലെ LDCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. 2025 വേരിയസ് ലെവലിൽ ചോദിച്ചിട്ടുള്ള LDCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് OA അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ, നമ്മുടെ ലാബ് അസിസ്റ്റന്റ് ഒക്കെ എഴുതുന്ന ആൾക്കാർക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും, നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ ഒന്ന് ചെക്ക് ചെയ്യുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് 2025 ക്വസ്റ്റ്യൻസ് വേണ്ടവര് പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പറും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് എന്താണ്? ഇംഗ്ലീഷ് ആണ്. 6th സ്റ്റാൻഡേർഡിന്റെ എന്തിന്റെയാണ്? 6th സ്റ്റാൻഡേർഡിന്റെ ഇംഗ്ലീഷ് ആണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, നോക്കിയാൽ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ എന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ വേർഡ് എന്താണെന്ന് നോക്കിയാലോ. ആദ്യത്തെ വേർഡ് എന്ന് പറയുന്നത് ക്ലിങ്ക് എന്നാണെന്നാണ് കേട്ടോ പറയുന്നത്. ക്ലിങ്ക് എന്താണ്? ക്ലിങ്ക് എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? ടു മേക്ക് എ ഷാർപ്പ് ringing sound like two glasses being hit against each other. എന്താണ്? They clinked the glasses and drank for each other's health. ഓക്കെ, ഇവിടെ ക്ലിങ്ക് എന്ന് പറയുന്നത് ശരിക്കുള്ള മീനിങ് എന്ന് പറയുന്നത് ഈ ശബ്ദമില്ലേ, ശബ്ദം മീൻസ് ഈ കിലുക്കം എന്നൊക്കെ നമ്മൾ പറയില്ലേ. അതായത് ഇവിടത്തെ എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ട് ഗ്ലാസുകൾ തമ്മിൽ കൂട്ടി ഇങ്ങനെ നമ്മൾ ചിയേഴ്സ് ഒക്കെ പറയുന്ന ടൈമിൽ ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ, ആ ഒരു കിലുകിൽ എന്നുള്ള ആ ഒരു ശബ്ദത്തിനാണ് കേട്ടോ ക്ലിങ്ക് എന്നുള്ളത് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, ദേ ക്ലിങ്ക്ഡ് ദ ഗ്ലാസസ് ആൻഡ് ഡ്രങ്ക് ഫോർ ഈച്ച് അതേഴ്സ് ഹെൽത്ത്. ഓക്കെ, അവര് ഗ്ലാസ് ജസ്റ്റ് ഒന്ന് ക്ലിങ്ക് ചെയ്തതിനു ശേഷം അവര് കുടിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അടുത്ത എന്താണ്? കോർട്ട്യാർഡ് ആണ് അല്ലെ. കോർട്ട്യാർഡ് എന്ന് പറയുന്നത് എന്താണ്? ആൻ ഓപ്പൺ സ്പേസ് പാർട്ട്ലി ഓർ കംപ്ലീറ്റ്ലി സറൗണ്ടഡ് ബൈ ബിൽഡിങ്സ്. ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് നടുമുറ്റമാണ് കേട്ടോ. മുറ്റം എന്നുള്ളതാണ് പറയുന്നത്. എന്താണ്? നടുമുറ്റം. എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? എന്താണ്? an open space for space partly or completely surrounded by buildings. മനസ്സിലായ? നടുക്കായിട്ട്. ഓക്കെ, നടുക്കായിട്ടുള്ളതിനാണ്, അതായത് ചുറ്റും സറൗണ്ടഡ് ബൈ ബിൽഡിങ്സ് ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഡിവോ ആണ് കേട്ടോ. ഡിവോ. ഓക്കെ, ഡിവോ. അതിന്റെ എന്താണ് ഇവിടെ മീനിങ് ആയിട്ട് പറയുന്നത്? ടു ഈറ്റ് സംതിങ് ക്വിക്ലി അല്ലെ. When Durga saw her mother, she devoured the slice of mango. അല്ലെ, അമ്മയെ കണ്ടപ്പോ ദുർഗ വേഗം സ്ലൈസ് ഓഫ് മാംഗോ അല്ലെ, മാംഗോന്റെ സ്ലൈസ് വേഗം കഴിച്ചു എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ എന്താണ്? ടു ഈറ്റ് സംതിങ് ക്വിക്ലി, പെട്ടെന്ന് കഴിക്കുക അല്ലെ, വേഗം കഴിക്കുന്നതിനെയാണ് ഡിവോ എന്ന് പറയുന്നത്. അടുത്ത എന്താണ്? ഡ്രഞ്ച്. ഡ്രഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു മേക്ക് സംബഡി കംപ്ലീറ്റ്ലി വെറ്റ് അല്ലെ. രാജുസ് ഫേസ് വാസ് ഡ്രഞ്ച്ഡ് വിത്ത് സ്വെറ്റ് അല്ലെ. വിയർപ്പ് കൊണ്ട് രാജുവിന്റെ മുഖം നനഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് ഇവിടെ വരുന്നത്? അതായത് ടു മേക്ക് സംബഡി കംപ്ലീറ്റ്ലി വെറ്റ്. ഓക്കെ, ഇതിനാണ് ഡ്രഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത എന്താണ്? ഫ്രാൻറ്റിക്കലി. ഫ്രാൻറ്റിക്കലി എന്താണ് ഇതിന്റെ വരുന്നത്? ഡൺ ക്വിക്ലി in a way that is not very well organized. They worked frantically to finish the work on time. Okay, അതായത് പെട്ടെന്ന് ചെയ്യാന്ന് പറയില്ലേ, നമ്മൾ പെട്ടെന്ന് ചെയ്യുക, ഒരു കാര്യം പെട്ടെന്ന് ചെയ്യുക. അതായത് that is not very well organized, അതായത് ഓർഗനൈസ്ഡ് അല്ലാതെ പെട്ടെന്ന് ചെയ്ത് തീർക്കുക. Okay, they worked frantically to finish the work on time അല്ലെ. സമയത്തിന് ആ ഒരു വർക്ക് ചെയ്യാനായിട്ട് അവര് പ്രാക്ടിക്കലി ഡൺ ക്വിക്ലി. ഓക്കെ, ഡൺ ക്വിക്ലി എന്നുള്ളതാണ് ഇവിടെ മീനിങ് വരുന്നത്. അടുത്ത എന്താണ്? ഫ്യൂരിയസ്ലി. ഫ്യൂരിയസ്ലി എന്താണ് വരുന്നത്? വിത്ത് ഗ്രേറ്റ് എനർജി ഓർ സ്പീഡ്. വിത്ത് ഗ്രേറ്റ് എനർജി ഓർ സ്പീഡിനെയാണ് ഫ്യൂരിയസ്ലി എന്ന് പറയുന്നത്. ദേ വർക്ക്ഡ് ഫ്യൂരിയസ്ലി ഓൾ വീക്കെൻഡ് ട്രൈയിങ് ടു ഗെറ്റ് ഇറ്റ് ഫിനിഷ്ഡ് ഓൺ ടൈം അല്ലെ. അവരെല്ലാവരും ഫ്യൂരിയസ്ലി അല്ലെ, അതായത് അവരുടെ ആ എനർജിയും സ്പീഡും കൊണ്ട് അവര് വർക്ക് ചെയ്തു. എന്തിനാണ്? അതായത് ടൈമിന് തീർക്കാനായിട്ട് അല്ലെ, അതായത് ആ ഒരു സമയത്തിന്റെ ഉള്ളില് തീർക്കാനായിട്ട് അവർ വേഗത്തിൽ വർക്ക് ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തെന്താണ്? ക്യാറ്റ്. ക്യാറ്റ് എന്ന് പറയുന്നത് എന്താണ്? എ പ്ലേസ് ഇൻ ദി മൗണ്ടൈൻസ് അല്ലെ. മലകളുടെ അവിടെയുള്ള ഒരു പ്ലേസിനെയാണ് നമ്മൾ ക്യാറ്റ് എന്ന് പറയുന്നത്. എ പ്ലേസ് ഇൻ ദി മൗണ്ടൈൻസ് അല്ലെ. മൗണ്ടൈൻസിലുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ ക്യാറ്റ് എന്ന് പറയുന്നത്. അടുത്തെന്താണ്? ഗ്രോവ്. ഗ്രോവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ സ്മോൾ ഏരിയ ഓഫ് ലാൻഡ് വിത്ത് എ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ട്രീ ഓൺ ഇറ്റ്. അതായത് എ ഗ്രോവ് ഓഫ് മാംഗോ ട്രീസ്. എന്താണ്? എ സ്മോൾ ഏരിയ ഓഫ് ലാൻഡ്, ഒരു ചെറിയ സ്ഥലത്ത്
പെർട്ടിക്കുലർ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ട്രീ, അതായത് പെർട്ടിക്കുലർ ആയിട്ട് നിൽക്കുന്ന ട്രീ അല്ലെ, അതിനെയാണ് നമ്മൾ പറയുന്നത് എന്താണ്, എ ഗ്രോ ഓഫ് മാംഗോ ട്രീസ് അല്ലെ, ഒരു സ്മോൾ ഏരിയയിൽ പെർട്ടിക്കുലർ ആയിട്ട് നിൽക്കുന്ന ട്രീസ്. ഓക്കെ, അതിനെയാണ് ഗ്രോ എന്ന് പറയുന്നത്. അടുത്ത എന്താണ്, സാൻഡൽവുഡ്. സാൻഡൽവുഡ് എന്ന് പറയുന്നത് എന്താണ്, എ ഹാർഡ് ട്രോപ്പിക്കൽ വുഡ് വിത്ത് എ സ്വീറ്റ് സ്മെൽ ആൻഡ് ഈസ് യൂസ്ഡ് ടു മേക്ക് പെർഫ്യൂം അല്ലെ. സാൻഡൽവുഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അതായത് നല്ല മണമുള്ളത്, സാൻഡൽ ചന്ദനം ആ ഒരു ഇതൊക്കെ ഉണ്ടാവുമല്ലോ, അതായത് നല്ല മണം ഉണ്ടാവും അല്ലെ, അതിനെ പെർഫ്യൂം ആക്കാനായിട്ട് നമുക്ക് പറ്റും. അതിനെയാണ് നമ്മൾ സാൻഡൽവുഡ്, അതിന്റെ സോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നല്ല മണമല്ലേ, അതിനെയാണ് കേട്ടോ സാൻഡൽവുഡ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത എന്താണ്, സ്കെയർ. സ്കെയർ എന്താണ്, ടു ബിക്കം ഫ്രൈറ്റേൺഡ്. ടു ബിക്കം ഫ്രൈറ്റേൺഡ് എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്, പീപ്പിൾ വർ സ്കെയർഡ് വെൻ ദേ സോ എ സ്നേക്ക് അല്ലെ, അതായത് ആൾക്കാര് നമ്മുടെ പാമ്പിനെ കണ്ടപ്പോ പേടിച്ചു എന്നാണ് പറയുന്നത് അല്ലെ, ടു ബിക്കം ഫ്രൈറ്റേൺഡ്. പീപ്പിൾ വർ സ്കെയർഡ്. അപ്പൊ സ്കെയർ എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്, ടു ബിക്കം ഫ്രൈറ്റേൺഡ്, പേടിച്ചു എന്നുള്ളതിനെയാണ് പറയുന്നത്. ഓക്കെ, ഷൈൻ. ഷൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ടു ബി ബ്രൈറ്റ് അല്ലെ, എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് ഷൈൻ, തിളങ്ങുക അല്ലെ. ദ ഡാർക്ക് പോളിഷ്ഡ് വുഡ് ഷോൺ ലൈക്ക് ഗ്ലാസ് അല്ലെ, ഡാർക്ക് ആയിട്ട് പോളിഷ് ചെയ്തിട്ടുള്ള വുഡ് എന്ന് പറയുന്നത് ഷോൺ ലൈക്ക് ഗ്ലാസ്, അതായത് ഗ്ലാസ് പോലെ കാണപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത എന്താണ്, സോക്ക്. സോക്ക് എന്താണ്, ടു പുട്ട് സംതിങ് ഇൻ ലിക്വിഡ് ഫോർ സം ടൈം സോ ദാറ്റ് ഇറ്റ് ബിക്കം കംപ്ലീറ്റ്ലി വെറ്റ് അല്ലെ. ഐ സോക്ക് ദ ക്ലോത്ത്സ് ഇൻ സോപ്പ് വാട്ടർ ബിഫോർ ഐ വാഷ് ദം. മനസ്സിലായോ, അതായത് തുണി കഴുകുന്നതിന് മുമ്പ് നമ്മൾ സോപ്പ് വെള്ളത്തിൽ മുക്കി വെക്കുമല്ലോ, സോക്ക് ചെയ്ത് വെക്കുക എന്ന് പറയില്ല, നനച്ച് വെക്കുക അല്ലെ, മുക്കി വെക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ സോക്ക് എന്ന് വെച്ചാൽ എന്താണ്, ടു പുട്ട് സംതിങ് ഇൻ ലിക്വിഡ് ഫോർ സം ടൈം സോ ദാറ്റ് ഇറ്റ് ബിക്കംസ് കംപ്ലീറ്റ്ലി വെറ്റ്. ഓക്കെ, അടുത്ത എന്താണ്, സ്റ്റംപിൾ ആണ്. സ്റ്റംപിൾ. സ്റ്റംപിൾ എന്താണ്, ടു ഹിറ്റ് യുവർ ഫുട്ട് അഗെയിൻസ്റ്റ് സംതിങ് വൈൽ വാക്കിംഗ് ഓർ റണ്ണിങ് ആൻഡ് ഓൾമോസ്റ്റ് ഫോൾ. ഓക്കെ, റാണി സ്റ്റംബിൾഡ് ഓവർ എ റോക്ക് ആൻഡ് ഫെൽ ഡൗൺ അല്ലെ. റാണി സ്റ്റംബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഹിറ്റ് ചെയ്യുക, അതായത് തട്ടി വീഴുക എന്നൊക്കെ പറയില്ല. അപ്പൊ ഇവിടെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ റാണി സ്റ്റംബിൾഡ് ഓവർ എ റോക്ക്, റാണി ഒരു റോക്കിൽ തട്ടി താഴെ വീണു എന്നാണ് പറയുന്നത് അല്ലെ. റാണി സ്റ്റംബിൾഡ് ഓവർ എ റോക്ക് ആൻഡ് ഫെൽ ഡൗൺ, അതായത് നമ്മുടെ to hit your foot അല്ലെ, to hit your foot against something while walking or running and almost fall. നിങ്ങൾ നടക്കുകയോ ഓടുകയോ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കാല് എന്തിലെങ്കിലും തട്ടി നിങ്ങൾ വീഴുന്നതിനെയാണ് നമ്മൾ സ്റ്റംപിൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത എന്താണ്, സ്വാലോ. സ്വാലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ടു മേക്ക് ഫുഡ് ഡ്രിങ്ക് എക്സെട്ര ഗോ ഡൗൺ യുവർ ത്രോട്ട് വിത്തൗട്ട് ചൂയിങ്, അതായത് ചവയ്ക്കാതെ ഇറക്കില്ലേ നമ്മൾ, സ്വാലോ ചെയ്ത് നമ്മൾ ഇങ്ങനെ വിഴുങ്ങുക എന്ന് പറയില്ലേ. ദ നേഴ്സ് ആസ്ക്ഡ് ദ പേഷ്യന്റ് ടു സ്വാലോ ദ പിൽസ്. ഓക്കെ, അതായത് നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ എങ്ങനെയാണ്, നമ്മൾ മരുന്ന് ചവച്ചരച്ചിട്ടാണോ കഴിക്കുക, അല്ല അല്ലെ, നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ വായിലോട്ടിട്ട് വിഴുങ്ങല്ലേ നമ്മൾ ചെയ്യാറ്. അപ്പൊ അതുപോലെ തന്നെയാണ്. ഓക്കെ, ടു മേക്ക് ഫുഡ് ഓർ ഡ്രിങ്ക് എക്സെട്ര ഗോ ഡൗൺ യുവർ ത്രോട്ട് വിത്തൗട്ട് ചൂയിങ്. ഓക്കെ, ചവയ്ക്കാതെ, ചുയി എന്ന് പറഞ്ഞാൽ ചവയ്ക്കുക അല്ലെ, അപ്പൊ ചവയ്ക്കാതെ നിങ്ങളുടെ ഉള്ളിലോട്ട് പോകുന്നതാണ് സ്വാലോ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത എന്താണ്, സിമ്പതി. ഷോയിങ് ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ് ആൻഡ് കെയർ അബൌട്ട് സംബഡീസ് പ്രോബ്ലം. ഓക്കെ, വി ഷുഡ് ഷോ എ ലിറ്റിൽ മോർ സിമ്പതി ടു ദ പുവർ അല്ലെ, നമ്മൾ പാവപ്പെട്ട ആൾക്കാരിൽ നമ്മൾ കുറച്ചുകൂടെ സിമ്പതി നമ്മൾ അവരോട് കാണിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്, ഷോയിങ്, നമ്മൾ കാണിക്കുകയാണ് നമ്മുടെ ആ ഒരു മനസ്സിലാക്കലും കെയറും അടുത്ത ആളുടെ ഒരു പ്രശ്നത്തിലോട്ട് നമ്മൾ കാണിക്കുക അല്ലെ, സിമ്പതി ആയിട്ട് കാണിക്കുന്നതിനാണ് നമ്മൾ സിമ്പതി എന്നുള്ളത് നമ്മൾ പറയുന്നത്. ഓക്കെ, അടുത്ത എന്താണ്, ടാർട്ട്. ടാർട്ട് എന്ന് പറയുന്നത് എന്താണ്, ഹാവിങ് ആൻ അൺപ്ലസന്റ് സോർ ടേസ്റ്റ്. ഹാവിങ് ആൻ അൺപ്ലസന്റ് സോർ ടേസ്റ്റ്. ദ അൺറിപ്പ് മാംഗോസ് ഹാഡ് എ ടാർട്ട് ടേസ്റ്റ്. ഓക്കെ, ടാർട്ട് അതായത് അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു സോർ ടേസ്റ്റ്, കശപ്പ് എന്നാണ് ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പൊ ദ അൺറിപ്പ് മാംഗോസ് ഹാഡ് എ ടാർട്ട് ടേസ്റ്റ്. ഓക്കെ, ടാർട്ട് ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഹാവിങ് ആൻ അൺപ്ലസന്റ്, ഓക്കെ, അൺപ്ലസന്റ് സോർ ടേസ്റ്റ്. ഓക്കെ, അടുത്ത എന്താണ്, അടുത്തത് ഗസ്. ഗസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ടു ട്രൈ ആൻഡ് ഗിവ് ആൻ ആൻസർ ഓർ മേക്ക് എ ജഡ്ജ്മെന്റ് വിത്തൗട്ട് ബീയിങ് ഷുവർ അല്ലെ. ഗസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻ യു ഗസ് ദ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ, അതായത് നമ്മൾ ഗസ് ചെയ്യുക അല്ലെ, അത് ഗസിന്റെ ഒക്കെ മീനിങ് എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ. അതായത് ഒരു കാര്യത്തിനെ കുറിച്ച് നമുക്ക് ഉറപ്പൊന്നും ഉണ്ടാവില്ല, ഉറപ്പില്ലാതെ തന്നെ നമ്മൾ ഒരു കാര്യത്തെ ജഡ്ജ് ചെയ്യില്ലേ, അതിനെയാണ് ഗസ് എന്ന് പറയുന്നത് അല്ലെ. ഹഗ് എന്താണ്, ടു പുട്ട് യുവർ ആംസ് അറൌണ്ട് ദ പേഴ്സൺ ആൻഡ് ഹോൾഡ് ഹിം ടൈറ്റ്ലി ടു ഷോ ദാറ്റ് യു ലൈക്ക് ഓർ ലവ് ദം. ദ ഫ്രണ്ട്സ് ഹഗ്ഡ് ഈച്ച് അതർ വെൻ ദേ met ആഫ്റ്റർ എ ലോങ് ടൈം അല്ലെ. കുറച്ചു കാലത്തിന് ശേഷം കണ്ടിട്ടുള്ള ഫ്രണ്ട്സ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഹഗ് ചെയ്തു. ഓക്കെ, ഹഗ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ആംസ് അറൌണ്ട് ദ പേഴ്സൺ ഹോൾഡ് ഹിം ടൈറ്റ്ലി. ഓക്കെ, ജാക്കൽ. ജാക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എ വൈൽഡ് അനിമൽ ലൈക്ക് എ ഡോഗ്
seen in Asia that eats dead animals. ഓക്കെ, അതായത് ഒരു വൈൽഡ് അനിമൽ ആണ്. ഓക്കെ, ലൈക്ക് അതൊരു ഡോഗ് പോലെയാണ്, ഏഷ്യയിലാണ് കാണപ്പെടുന്നത്. ദാറ്റ് ഈറ്റ്സ് ഡെഡ് അനിമൽസ്, നമ്മുടെ ഈ മരിച്ച മൃഗങ്ങളെയാണ് അത് കഴിക്കുന്നത്. ഓക്കെ, അതെന്താണ് മാംഗൂസ്. മാംഗൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മാംഗൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ സ്മോൾ ട്രോപ്പിക്കൽ അനിമൽസ് വിത്ത് ഫർ ദാറ്റ് കിൽ സ്നേക്സ്, റാറ്റ്സ് എക്സെട്ര. ഓക്കെ, സ്മോൾ ട്രോപ്പിക്കൽ അനിമൽ. ഓക്കെ, അതായത് നല്ല രീതിയിൽ ഈ ഇതുണ്ടല്ലോ നമ്മുടെ എന്താ പറയാ രോമം ഉള്ള ആ ഒരു അനിമൽ ആണ് അത്. ചെറിയ അനിമൽസിനെയും അതുപോലെ തന്നെ റാറ്റ്സിനെയും സ്നേക്സിനെയും ഒക്കെ കൊല്ലും എന്നുള്ള ആ ഒരു ഇതാണ് ഇവിടെ പറയുന്നത് കേട്ടോ, മംഗൂസ് എന്ന് പറയുന്നത്. അടുത്ത എന്താണ്? നോഡ്. നോഡ് എന്താണ്? ടു മൂവ് യുവർ ഹെഡ് അപ്പ് ആൻഡ് ഡൗൺ ടു ഷോ എഗ്രിമെന്റ്, അണ്ടർസ്റ്റാൻഡിങ് എക്സെട്ര. ഓക്കെ, ഐ ആസ്ക്ഡ് ഹിം ഇഫ് ഹി വുഡ് ഹെൽപ്പ് മീ ആൻഡ് ഹി നോഡഡ്. ഓക്കെ, ഇവിടെ എന്താണ്? അതായത് മൂവ് യുവർ ഹെഡ്, നമ്മൾ തലയാട്ടില്ലേ, ടു മൂവ് യുവർ ഹെഡ് അപ്പ് ആൻഡ് ഡൗൺ ടു ഷോ എഗ്രിമെന്റ്, അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, ഇങ്ങനെ തലയാട്ടുന്നതിനെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, റെപ്റ്റൈൽ. റെപ്റ്റൈൽ എന്താണ്? എ കോൾഡ് ബ്ലഡഡ് വെർട്ടബ്രേറ്റ് അനിമൽ ദാറ്റ് ഇൻക്ലൂഡ് സ്നേക്സ്, ലിസാർഡ്സ്, ക്രോക്കഡോയിൽസ്, ടേർട്ടിൽസ്. അതായത് എ കോൾഡ് ബ്ലഡഡ് വെർട്ടബ്രേറ്റ് അനിമൽസ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഈ സ്നേക്സ്, ലിസാർഡ്സ്, ക്രോക്കഡോയിൽ, ടേർട്ടിൽ അങ്ങനെയുള്ളതിനാണ് നമ്മൾ റെപ്റ്റൈൽ എന്ന് പറയുന്നത് കേട്ടോ, റെപ്റ്റൈൽ എന്ന് പറയുന്നത്. ഓക്കെ, ആസ്റ്റോണിഷ്. ആസ്റ്റോണിഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ടു സർപ്രൈസ് ഗ്രീറ്റ്ലി. എവ്രിബഡി വാസ് അസ്റ്റോണിഷ്ഡ് ബൈ ദ ട്രിക്സ് ഷോൺ ബൈ ദി മെജീഷ്യൻ. അല്ലെ, അതായത് മെജീഷ്യന്റെ ട്രിക്സ് കണ്ടിട്ട് നമ്മൾ എപ്പോഴും നമ്മൾ ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആവാറില്ലേ, നമ്മൾ ഭയങ്കര സന്തോഷത്തോടെ അല്ലെങ്കിൽ നമ്മൾ കൗതുകത്തോടെ നമ്മൾ സർപ്രൈസ്ഡ് ആവാറില്ലേ നമ്മൾ, അതിനെയാണ് കേട്ടോ അസ്റ്റോണിഷ് എന്ന് പറയുന്നത്. അതായത് ടു സർപ്രൈസ് ഗ്രീറ്റ്ലി, സർപ്രൈസ് ആയിട്ട് നമ്മൾ നിൽക്കുന്നതിനെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അടുത്ത എന്താണ്? ബാൾ. ബാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ ലാർജ് ഫോർമൽ പാർട്ടി വിച്ച് ഇൻക്ലൂഡ്സ് ഡാൻസിങ്. ലാർജ് ഫോർമൽ പാർട്ടി, അതായത് ബാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വലിയൊരു പാർട്ടിയാണ്, അതായത് ഡാൻസോട് കൂടിയിട്ടുള്ള, വിച്ച് ഇൻക്ലൂഡ്സ് ഡാൻസിങ്. ഓക്കെ, അടുത്ത എന്താണ്? ക്യാൻ. ക്യാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഷുഗർ കെയിൻ ആണ് കേട്ടോ, ഷുഗർ കെയിനെയാണ് നമ്മൾ ക്യാൻ എന്ന് പറയുന്നത്, ഷുഗർ കെയിനെയാണ് നമ്മൾ ക്യാൻ എന്ന് പറയുന്നത്. കോംപ്ലിമെന്റ്. കോംപ്ലിമെന്റ് എന്താണ്? എ റിമാർക്ക് ദാറ്റ് എക്സ്പ്രസസ് പ്രൈസ് ഓർ അഡ്മിറേഷൻ. The first rank holder received glowing compliments from his teachers. അല്ലെ, കോംപ്ലിമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പ്രശംസ അല്ലെ, കോംപ്ലിമെന്റ് കിട്ടുക എന്ന് പറയുന്നത്. അതായത് ഒരു ആദ്യത്തായിട്ട് ഒരു റാങ്ക് മേടിച്ചിട്ടുള്ള ഒരു കുട്ടി അവന്റെ ടീച്ചേഴ്സിന്റെ കയ്യിൽ നിന്നും ഭയങ്കര ഗ്ലോയിങ് ആയിട്ടുള്ള കോംപ്ലിമെന്റ്സ് റിസീവ് ചെയ്തു എന്നുള്ള രീതിയിലാണ് പറയുന്നത് കേട്ടോ. അപ്പൊ മനസ്സിലായോ? ഞാനിത് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ പറയുന്നത്. ഓക്കെ, ഇത് പഠിക്കുന്ന ടൈമിൽ ഇതിൽ എന്താണോ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ പഠിക്കണം കേട്ടോ. ഓക്കെ, അടുത്തെന്താണ്? കോൺട്രൈവ്. കോൺട്രൈവ് എന്താണ്? to manage to do despite difficulties. He contrived to live in a small house on his small income. Okay, അടുത്തത് എന്താണെന്ന് നോക്കിയാലോ. അടുത്തതെന്ന് പറയുന്നത് ഡിസീസ്ഡ് കേട്ടോ, ഡിസീസ്ഡ് എന്നാണ് പറയുന്നത്. ഡിസീസ്ഡ് പറഞ്ഞാൽ ഡെഡ് എന്നാണ് കേട്ടോ ഇവിടെ മീനിങ് വരുന്നത്. എന്താണ്? ദ ന്യൂസ് ഓഫ് ദ ഡിസീസ്ഡ് അപ്പിയർഡ് ഇൻ ദി ന്യൂസ് പേപ്പർ. ഓക്കെ, അതായത് ദ ന്യൂസ് ഓഫ് ദി ഡിസീസ്ഡ് അല്ലെ, മരിച്ച ആളുടെ ഇതെന്ന് പറയുന്നത് ന്യൂസ് പേപ്പറിൽ വന്നു എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ്? ദ ന്യൂസ് ഓഫ് ദി ഡിസീസ്ഡ് അല്ലെ, ന്യൂസ് ഓഫ് ദി ഡെഡ് അപ്പിയർഡ് ഇൻ ദി ന്യൂസ് പേപ്പർ. ഓക്കെ, ഇതെന്താണ്? വെയിൽ ആണ് പറയുന്നത്. വെയിൽ. വെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ടു മേക്ക് എ ലോങ്, അതായത് ടു മേക്ക് എ ലോങ് loud high cry because you feel sad or pain. Okay, you feel sad or pain. ഇവിടെ എന്താണ് മീനിങ് എന്ന് പറയുന്നത്? മീനിങ് എന്ന് പറയുന്നത് the people wailed on seeing the bus accident. അല്ലെ, to make a long loud high cry അല്ലെ, വളരെ ഉച്ചത്തിൽ നിലവിളിച്ച് കരയാണ്. because you feel sad or pain, നമുക്ക് സങ്കടവും വേദനയും അനുഭവപ്പെട്ടത് കൊണ്ട് അല്ലെ. അപ്പൊ people wailed. wailed എന്താണ്? അവര് long loud cry അവിടെ ചെയ്തു. എന്ത് കണ്ടിട്ടാണ്? ബസ് ആക്സിഡന്റ് കണ്ടിട്ട്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അടുത്ത എന്താണ്? വാംത്ത് ആണ്. വാംത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് enthusiastic ആൻഡ് ഫ്രണ്ട്ലി. ഓക്കെ, ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് enthusiastic ആൻഡ് ഫ്രണ്ട്ലി. ഓക്കെ, വെൻ മൈ ടീച്ചർ പാറ്റഡ് ഓൺ മൈ ബാക്ക് ഐ വാസ് റിമൈൻഡഡ് ഓഫ് ദി വാംത്ത് ഓഫ് മൈ മദർ. അല്ലെ, എന്റെ ടീച്ചർ എന്റെ മുഖത്ത് ഇങ്ങനെ തലോട് തട്ടുകയൊക്കെ ചെയ്ത സമയത്ത് എനിക്ക് എന്റെ അമ്മയെ ഓർമ്മ വന്നു അല്ലെ. അതായത് എന്റെ അമ്മയുടെ ആ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ അമ്മയുടെ ആ ഒരു വാംത്ത് എന്ന് പറയില്ലേ, അതായത് ആ ഒരു സ്നേഹം എന്നൊക്കെ പറയുന്ന പോലെ അതിനെയാണ് പറയേണ്ടത് വാംത്ത്. അതായത് ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് enthusiastic ആൻഡ് ഫ്രണ്ട്ലി. ഓക്കെ, അടുത്ത എന്താണ്? വിസ്പർ. വിസ്പർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ടു സ്പീക്ക് വെരി ക്വൈറ്റ്ലി സോ ദാറ്റ് ദ അതർ പീപ്പിൾ കാനോട്ട് ഹിയർ വാട്ട് യു ആർ സെയിങ്. അല്ലെ, മിനി ലീൻഡ് ഓവർ ആൻഡ് വിസ്പേർഡ് സംതിങ് ഇൻ ടു ഹർ ഹസ്ബൻഡ്സ് ഇയർ. അല്ലെ, മിനി ലീൻഡ് ഓവർ ആൻഡ് വിസ്പേർഡ് സംതിങ് ഇൻ ടു ഹർ ഹസ്ബൻഡ്സ് ഇയർ. ഓക്കെ, അതായത് മിനി ഹസ്ബൻഡിന്റെ അടുത്ത് പോയിട്ട് അദ്ദേഹത്തിന്റെ
ചെവിയിൽ പറഞ്ഞു അല്ലെ, വിസ്പർ ചെയ്യുക അല്ലെ, മെല്ലെ സംസാരിക്കുക, മറ്റുള്ളവർ കേൾക്കാത്ത രീതിയിൽ സംസാരിക്കുക. ഓക്കെ, അടുത്ത എന്താണ് വിൻഡ് സ്വെപ്റ്റ് അല്ലെ. വിൻഡ് സ്വെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ലുക്കിംഗ് ആസ് ദോ യു ഹാവ് ബീൻ ഇൻ എ സ്ട്രോങ് വിൻഡ്. ഓക്കെ, എന്താണ് ഷി കോംബ്ഡ് ഹെർ വിൻഡ് സ്വെറ്റ് ഹെയർ അല്ലെ, ഷി കോംബ്ഡ് ഹെർ വിൻഡ് സ്വെറ്റ് ഹെയർ, അതായത് സ്ട്രോങ് അല്ലെ, സ്ട്രോങ് ആയിട്ടുള്ളതിനെയാണ് നമ്മൾ പറയുന്നത്. എന്താണ് അപ്പം ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള മുടി കോംബ് ചെയ്തു ചീവിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, റിങ്കിൾ റിങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് lines or folds especially on the body of a person due to old age. I could see many wrinkles on my grandmother's face അല്ലെ, ചുളിവുകളാണ് കേട്ടോ പറയുന്നത് അല്ലെ. അതായത് റിങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ചുളിവുകൾ, അതായത് എന്റെ ഗ്രാൻഡ് മദറിന്റെ ഫേസിൽ എനിക്ക് ഒരുപാട് റിങ്കിൾസ് കാണാനായിട്ട് പറ്റി എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, നാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ടു കീപ് കംപ്ലൈനിങ് അബൌട്ട് ദ ബിഹേവിയർ ഓഫ് എ പേഴ്സൺ, ടു കീപ് കംപ്ലൈനിങ് അബൌട്ട് ദ ബിഹേവിയർ ഓഫ് എ പേഴ്സൺ. ദ മദർ നാഗ്ഡ് അബൌട്ട് ഹെർ സൺ സ്റ്റഡീസ് അല്ലെ, പഠിക്കാത്തത് കൊണ്ട് മകനെ അമ്മ നാഗ്ഡ് ചെയ്തു. എന്താണ് കംപ്ലൈനിങ് അബൌട്ട് ദ ബിഹേവിയർ ഓഫ് എ പേഴ്സൺ അല്ലെ, കംപ്ലൈൻ ചെയ്തു, പഠിക്കാത്തതിന് വഴക്ക് പറഞ്ഞു അല്ലെങ്കിൽ കംപ്ലൈൻ ചെയ്തു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത എന്താണ് നിമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എബിൾ ടു മൂവ് ക്വിക്ലി ആൻഡ് ഈസിലി, എബിൾ ടു മൂവ് ക്വിക്ലി പെട്ടെന്ന്, അതായത് ഹി ഈസ് ആസ് നിമ്പിൾ ആസ് എ ചീറ്റ അല്ലെ, പെട്ടെന്ന് മൂവ് ചെയ്യാൻ പറ്റും. ഹി ഈസ് അതായത് അവൻ ചീറ്റയെ പോലെയാണ്, എന്താണ് പെട്ടെന്ന് മൂവ് ചെയ്യാനായിട്ട് അവനെ കൊണ്ട് പറ്റും. അവിടെ ക്വിക്ലി ആൻഡ് അതായത് വളരെ പെട്ടെന്നും ഈസി ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അടുത്ത എന്താണ് ഒബ്ലിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ടു മേക്ക് സം വൺ ബൗണ്ട് ടു ഡു സംതിങ് ബിക്കോസ് ഇറ്റ് ഇസ് എ ഡ്യൂട്ടി അല്ലെ. പാരന്റ്സ് ആർ ഒബ്ലിക്ഡ് ബൈ ലോ ടു സെൻഡ് ദെയർ ചിൽഡ്രൻ ടു സ്കൂൾ അല്ലെ, എന്താണ് മേക്ക് എ ബൗണ്ട് സംതിങ് ബിക്കോസ് ഇറ്റ്സ് എ ഡ്യൂട്ടി അല്ലെ. നമ്മുടെ മക്കളെ നമ്മൾ സ്കൂളിലോട്ട് അയക്കുന്നത് എന്ന് പറയുന്നത് എന്താണ്, അത് പാരന്റ്സിന്റെ ഡ്യൂട്ടിയാണ് അല്ലെ. കുഞ്ഞുങ്ങളെ സ്കൂളിലോട്ട് പറഞ്ഞു വിടുന്നത് അവരുടെ ഡ്യൂട്ടിയാണ്. അപ്പൊ അതിനെയാണ് ഇവിടെ ഈ ഒബ്ലിക് എന്ന് പറയുന്നത്. ഓക്കെ, ഡ്യൂട്ടി. ഓക്കെ, അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, ഇത് എങ്ങനെ പ്രൊണൗൺസ് ചെയ്യേണ്ടതെന്നുള്ളൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഓക്കെ, ഇതിന്റെ പ്രൊണൗൺസിയേഷൻ വരുന്നത് ഫൈസ് എന്നാണ് കേട്ടോ. ഫൈസ് എന്നാണ് പ്രൊണൗൺസിയേഷൻ വരുന്നത്. ഹാവിംഗ് ഓർ ഷോവിംഗ് ഡീപ് റെസ്പെക്ട് ഫോർ ഗോഡ് ആൻഡ് റിലീജിയൻ. ഓക്കെ, റുക്മ ബിഹേവ്സ് ഗ്രേസ്ഫുള്ളി ബിക്കോസ് ഷീ ഈസ് എ ഫൈസ് വിമൻ. ഓക്കെ, എന്താണ് ഹാവിംഗ് ഷോവിംഗ് ഡീപ് റെസ്പെക്ട് ഫോർ ഗോഡ് ആൻഡ് റിലീജിയൻ. നമ്മുടെ മതത്തിനെയും ദൈവത്തിനെയും നമ്മൾ ഓവർ ആയിട്ട് നമ്മൾ ഡീപ്പ് ആയിട്ട് റെസ്പെക്ട് ചെയ്യും, ആ റെസ്പെക്ട് ഷോ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത എന്താണ് പുട്ടോൺ എന്താണ് പുട്ടോൺ എന്ന് പറയുന്നത് ടു ഡ്രസ്. അർജുൻ പുട്ടോൺ ഹിസ് ന്യൂ യൂണിഫോം ആൻഡ് വെന്റ് ടു സ്കൂൾ അല്ലെ, അവന്റെ പുതിയ ഡ്രസ്സ് അവൻ യൂണിഫോം അവൻ പുട്ടോൺ ചെയ്തു, എന്നിട്ട് അവൻ സ്കൂളിലോട്ട് പോയി. ഓക്കെ, അപ്പൊ പുട്ടോൺ പുട്ട് ഓഫ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് PSCയിൽ ചോദിക്കുന്നുണ്ട് കേട്ടോ, പഠിച്ചു വെക്കണേ. അടുത്തെന്താണ് ഡെക്ക് ഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ടു ഡെക്കറേറ്റ് സമ്മൺ ഓർ സംതിങ്, അതായത് ടു ഡെക്കറേറ്റ് സമ്മൺ ഓർ സംതിങ്. ദ റൂം വാസ് ഡെക്ഡ് ഔട്ട് വിത്ത് ഫ്ലവേഴ്സ് ആൻഡ് ബലൂൺസ് അല്ലെ, നമ്മുടെ റൂം എന്ന് പറയുന്നത് ഫ്ലവേഴ്സും ബലൂൺസും കൊണ്ട് ഡെക്കേറ്റ് ചെയ്തു. അതായത് ഡെക്ക് ഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഡെക്ട് ചെയ്തു. അപ്പോൾ ഡെക്ക് ഔട്ട് എന്ന് വെച്ചാൽ എന്താണ് ടു ഡെക്കറേറ്റ് സമ്മൺ ഓർ സംതിങ് അല്ലെ, ഏതെങ്കിലും സംവൺ ആരെയെങ്കിലുമോ എന്തിനെങ്കിലോ ഡെക്കറേറ്റ് ചെയ്യുന്നതിന്. ഓക്കെ, അടുത്ത എന്താണ് ഫ്ലീ. To leave a place quickly because you are afraid of possible danger അല്ലെ. The thief fled away before the police arrived. The thief fled away before the police arrived. To leave a place quickly because you are afraid of a possible danger അല്ലെ, അതായത് ഒരു സ്ഥലത്ത് നിന്നും പിന്മാറുക. എന്താണ് കാരണം വരാൻ പോകുന്ന അപകടത്തെ കുറിച്ച് നിങ്ങൾ ഓൾറെഡി ബോധേഡ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് അറിയാം ഇന്നത് ഇവിടെ സംഭവിക്കാനായിട്ട് പോകുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു തോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ലീവ് എ പ്ലേസ് ക്വിക്ലി ബിക്കോസ് യു ആർ അഫ്രൈഡ് ഓഫ് പോസിബിൾ ഡേഞ്ചർ അല്ലെ, വരാൻ പോകുന്ന അപകടം. ഓക്കെ, ഗോട്ട എന്ന് വെച്ചെങ്കിൽ എന്താണ് എ സ്ലാങ് യൂസ്ഡ് ബൈ പീപ്പിൾ ടു മീൻ ഹാവ് ഗോട്ട് ടു. എ സ്ലാങ് യൂസ്ഡ് ബൈ പീപ്പിൾ ടു മീൻ ഹാവ് ഗോട്ട് ടു. ഓക്കെ, അടുത്തെന്താണ് ഹോട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അറഗന്റ് ആൻഡ് സുപ്പീരിയർ ടുവേർഡ്സ് അതേഴ്സ്. അതായത് ജീവ ഹൈ സോഷ്യൽ പൊസിഷൻ ഹാസ് മെയ്ഡ് ഹെർ ഹോട്ടി. അതായത് ജീവാസ് ഹൈ സോഷ്യൽ പൊസിഷൻ ഹാസ് മെയ്ഡ് ഹെർ ഹോട്ടി അല്ലെ, എന്താണ് അറഗന്റ് ആൻഡ് സുപ്പീരിയർ ടുവേർഡ്സ് അതേഴ്സ് അല്ലെ, ഭയങ്കര ദേഷ്യത്തിലും ഭയങ്കര മറ്റുള്ളവരിൽ ഭയങ്കര ദേഷ്യവും അതുപോലെ തന്നെ അവരെ ഒരുമാതിരി വെറുപ്പിക്കുന്ന രീതിയിലൊക്കെയുള്ള ബിഹേവിയർ ഉണ്ടല്ലോ, അതിനെയാണ് കേട്ടോ പറയുന്നത്. അതായത് ജീവയുടെ ഹൈ സോഷ്യൽ പൊസിഷൻ, അവന്റെ ആ ഒരു പൊസിഷൻ അവനെ ഹോട്ടി ആക്കി. ഓക്കെ, അടുത്തെന്താണ് ഹേർത്ത് എന്നാണ് പറയുന്നത്. ഹേർത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എ ബ്രിക്ക് ഓഫ് സ്റ്റോൺ ലൈൻഡ് ഫയർ പ്ലേസ് യൂസ്ഡ് ഫോർ ഹീറ്റിംഗ് ദ റൂം. ഓക്കെ, മീര സാറ്റ് ബിഫോർ ദ ഹേർത്ത് ആസ് ഷി വാസ് കോൾഡ് അല്ലെ. ഹേർത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ബ്രിക്ക് ഓഫ് സ്റ്റോൺ ലൈൻഡ് ഫയർ പ്ലേസ് യൂസ്ഡ് ഫോർ ഹീറ്റിംഗ് ദ റൂം അല്ലെ, നമ്മുടെ റൂം ഹീറ്റ് ചെയ്യാൻ റൂം ചൂടാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവില്ലേ, അതായത് സ്റ്റോൺ ലൈൻഡ് ഫയർ പ്ലേസ് എന്ന് പറയുന്നത് അതിനെയാണ് കേട്ടോ പറയുന്നത്. മീര സാറ്റ് ബിഫോർ ദ ഹേർത്ത് ആസ് ഷി വാസ് കോൾഡ്. ഓക്കെ, തണുത്തപ്പോ അവിടെ പോയിട്ട് ഇരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ,
അടുത്ത എന്താണ് ഹഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ടു ബെൻഡ് ദി ടോപ്പ് പാർട്ട് ഓഫ് ദ ബോഡി ഫോർവേഡ് ആൻഡ് റേസ് ഷോൾഡേഴ്സ് ആൻഡ് ബാക്ക്. ഷീ ലേൺഡ് ഫോർവേഡ് ഹോഞ്ചിങ് ഓവർ ദ ഡെസ്ക്. ഓക്കെ, ഹോഞ്ച് എന്താണ് ടു ബെൻഡ് ദ ടോപ്പ് പാർട്ട് ഓഫ് ദ ബോഡി ഫോർവേഡ് ആൻഡ് റേസ് ഷോൾഡേഴ്സ് ആൻഡ് ബാക്ക്. ഷീ ലേൺഡ് ഫോർവേഡ് ഹഞ്ചിങ് ഓവർ ദ ഡെസ്ക്. ഓക്കെ, ലാഫ് അറ്റ് ടു മേക്ക് ഫൺ ഓഫ്. ഡോണ്ട് ലാഫ് അറ്റ് അതേഴ്സ് മിസ്റ്റേക്ക്. മറ്റുള്ളവരുടെ തെറ്റുകളിൽ ചിരിക്കരുത്. ലിംബ് എന്താണ് to walk slowly or with difficulty because one leg is injured. The man limped because of an injury. Okay, limp എന്താണ് മെല്ലെ നടക്കുക. Okay, or with difficulty because one leg is injured. ഒരു കാല് ഇഞ്ചോർഡ് ആയതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. The man limped because of an injury. അല്ലെ, ലിംബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മെല്ലെ നടക്കുക. അതായത് ഡിഫിക്കൽട്ടി ബിക്കോസ് വൺ ലെഗ് ഈസ് ഇഞ്ചോർഡ്. ഒരു കാല് ഇഞ്ചോർഡ് ആണ്. ഓക്കെ, മാഗ്നിഫിസന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ ആൻഡ് അട്രാക്റ്റീവ്. അല്ലെ, ദ ബ്രൈഡ് ലുക്ക്ഡ് മാഗ്നിഫിസന്റ് ഇൻ ഹെർ വെഡിങ് ഡ്രസ്. ഓക്കെ, ദ ബ്രൈഡ് ലുക്ക്ഡ് മാഗ്നിഫിസന്റ് ഇൻ ഹെർ വെഡിങ് ഡ്രസ്. അജണ്ട എന്താണ് എ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് items to be discussed at a meeting. അല്ലെ, what is the agenda of today's meeting? എന്താണ് ലിസ്റ്റ് ഓഫ് ഐറ്റംസ് to be അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട മീറ്റിങ്ങിന് ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളുടെ ലിസ്റ്റിനെയാണ് നമ്മൾ അജണ്ട എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ആൻസെസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എ ഫോർ ഫാദർ. അതായത് apes and monkeys are considered to be the ancestors of human beings. Okay, forefather, monkeys, ants are considered to be the ancestors of a human being. Okay, astonishing എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് വെരി സർപ്രൈസിങ്. ഹിസ് astonishing performance attracted everyone. അല്ലെ, അവന്റെ ആ ഒരു പെർഫോമൻസ് എല്ലാവർക്കും ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. സർപ്രൈസ് എന്നുള്ളതാണ് astonishing കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എ ലാർജ് ബ്രാഞ്ച് ഓഫ് എ ട്രീ. എ ലാർജ് ബ്രാഞ്ച് ഓഫ് എ ട്രീ. ദ സ്പാരോ സാറ്റ് ഓൺ ദി ബോ ഓഫ് എ ട്രീ. ഓക്കെ, ദ സ്പാരോ സാറ്റ് ഓൺ ദി ബോ ഓഫ് എ ട്രീ. എന്താണ് ലാർജ് ബ്രാഞ്ച് ഓഫ് ട്രീ. അല്ലെ, അതായത് വലിയ ചില്ലയുള്ള മരം. ഓക്കെ, ബഗ് എ സ്മോൾ ഇൻസെക്ട് സംതിങ് ഓഫ് ലെസ് ഇമ്പോർട്ടൻസ്. എ സ്മോൾ ഇൻസെക്ട് സംതിങ് ഓഫ് ലെസ് ഇമ്പോർട്ടൻസ്. ബഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സ്മോൾ ഇൻസെക്ട്. അല്ലെ, ഒരു ചെറിയ ഇൻസെക്ട്, അതായത് സംതിങ് ഓഫ് ലെസ് ഇമ്പോർട്ടൻസ്, അധികം ഇമ്പോർട്ടന്റ് അല്ലാത്തത്. ഓക്കെ, ചിർപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ടു മേക്ക് എ ഷോർട്ട് ഷാർപ്പ് ചിയർഫുൾ സൗണ്ട് ആസ് ഓഫ് എ സ്മോൾ ബേർഡ്സ്. ദ ബേർഡ്സ് ചിർപ്ഡ് ഓൺ ആൻഡ് ഹോൺ സിറ്റിംഗ് ഓൺ ദ ബ്രാഞ്ച് ഓഫ് എ ട്രീ. അല്ലെ, ചെറിയ കിളികൾ ഉണ്ടാക്കുന്ന സൗണ്ട്സ് ഉണ്ടാവുമല്ലോ, ഷോർട്ട് ഷാർപ്പ് എന്നാൽ ചിയർഫുൾ സൗണ്ട് ആസ് എ സ്മോൾ ബേർഡ്സ്. ഓക്കെ, അതായത് ഷോർട്ട് ആയിരിക്കും, ഷാർപ്പ് ആയിരിക്കും, ചിയർഫുൾ ആയിരിക്കും, സൗണ്ട് ആസ് എ സ്മോൾ ബേർഡ്സ്. ഓക്കെ, ചെറിയ കിളികളെ പോലെ. Cling, to hold on tightly. അല്ലെ, to hold on tightly. Children love to cling to their mothers. അല്ലെ, to hold on, അമ്മയുടെ കൈ പിടിക്കാൻ. അല്ലെ, അവരെ ടൈറ്റ് ചെയ്ത് പിടിക്കാൻ അവർക്ക് ഇഷ്ടമാണ്. അല്ലെ, അപ്പൊ children love to cling to their mothers. ഓക്കെ, അടുത്ത എന്താണ് റാഗ് ഓൾഡ് ടോൺ ക്ലോത്ത്. അല്ലെ, ദ ബെഗർ വാസ് ഡ്രസ്ഡ് ഇൻ റാഗ്സ്. എന്താണ് ഈ പഴന്തുണി എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് തോന്നുന്നു. ഓക്കെ, റാഗ് ഓൾഡ് ടോൺ ക്ലോത്ത് കേട്ടോ. റൈഡ് എന്താണ് റൈഡ് ടു സിറ്റ് ഓൺ എ വെഹിക്കിൾ ആൻഡ് കൺട്രോൾ ഇറ്റ്സ് മൂവ്മെന്റ്. ഷീ ഈസ് റൈഡിങ് എ ബൈസൈക്കിൾ. ഓക്കെ, ടു സിറ്റ് ഓൺ എ വെഹിക്കിൾ ആൻഡ് കൺട്രോൾ ഇറ്റ്സ് മൂവ്മെന്റ്. ഷീ ഈസ് റൈഡിങ് എ ബൈസൈക്കിൾ. ഓക്കെ, ഒരു വാഹനത്തിൽ ഇരുന്നുകൊണ്ട് നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യുന്നതിനെയാണ് പറയുന്നത്. ഓക്കെ, റൈഡ് എന്ന് പറയുന്നത്. ഷൗഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എ പീസ് ഓഫ് ക്ലോത്ത് ദാറ്റ് ഡെഡ് പേഴ്സൺസ് ബോഡി ഇസ് റാപ്ഡ് ഇൻ ബിഫോർ ഇറ്റ്സ് ബറീഡ്. ഓക്കെ, അതായത് കുഴിച്ചിടുന്നതിന് മുമ്പ് അല്ലെ, ഒരു പീസ് ഓഫ് ക്ലോത്ത്, ഒരു തുണി, ഡെഡ് പേഴ്സൺ ബോഡീസ് റാപ്പിഡ്, അതായത് മരിച്ചവരുടെ ശരീരം പൊതിയുന്ന ഒരു തുണി ഉണ്ടാവുമല്ലോ, അതായത് നമ്മൾ കുഴിച്ചിടുന്നതിന് അരിക്കുന്നതിന് മുമ്പായിട്ടുള്ള അതിനെയാണ് നമ്മൾ ഷ്രൗഡ് എന്ന് പറയുന്നത്. ഓക്കെ, സ്ലൗച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ടു സ്റ്റാൻഡ്, സിറ്റ് ഓർ മൂവ് ഇൻ എ ലേസി വേ, ഓഫൻ വിത്ത് ഷോൾഡേഴ്സ് ആൻഡ് ഹെഡ് ബെൻഡ് ഫോർവേഡ്. ദ ബോയ് സ്ലൗട്ടഡ് അഗെയിൻസ്റ്റ് ദ വാൾ. എന്താണ് ടു സ്റ്റാൻഡ്, സിറ്റ് ഓർ മൂവ് ഇൻ എ ലേസി വേ, അതായത് ഇരിക്കുകയോ നിൽക്കുകയോ, ലേസി ആയിട്ട് നമ്മൾ ഇരിക്കുകയോ നിൽക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതായത് നമ്മുടെ ഷോൾഡേഴ്സും അതുപോലെ ഹെഡൊക്കെ ഫോർവേഡ് ആയിട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ അതിനെയാണ് നമ്മൾ സ്ലൗച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത എന്താണ് സ്നോഫ്ലേക്ക് എന്താണ് എ സ്മോൾ സോഫ്റ്റ് പീസ് ഓഫ് എ ഫ്രോസൺ വാട്ടർ ദാറ്റ് ഫോൾസ് ഫ്രം ദി സ്കൈ ആസ് എ സ്നോ. എ സ്മോൾ സോഫ്റ്റ് പീസ് ഓഫ് ഫ്രോസൺ വാട്ടർ എന്താണ്, അതായത് ഈ മഞ്ഞ് കട്ടകൾ ഉണ്ടാവില്ലോ, മഞ്ഞ്, അത് ഫോൾസ് ഫ്രം ദ ഹൈ ആസ് സ്നോ, മേലെന്ന് വീഴില്ലേ, മഞ്ഞ് വീഴുന്നുണ്ടാവില്ലേ, അതിനെയാണ് കേട്ടോ പറയുന്നത്. സ്ക്യൂസ് എന്താണ് ടു പ്രസ് ഫേംലി വിത്ത് യുവർ ഫിംഗേഴ്സ്, അല്ലെ പിടിച്ച് നമ്മൾ ഞെക്കില്ലേ, നമ്മൾ ടു പ്രസ് ഫേംലി വിത്ത് യുവർ ഫിംഗേഴ്സ്. ഹി സ്ക്വീസ്ഡ് ദ ജ്യൂസ് ഔട്ട് ഓഫ് ദി ഓറഞ്ച്, അല്ലെ ഓറഞ്ച് പിഴിഞ്ഞെടുക്കുന്നതിനെ സ്ക്യൂസ് ചെയ്യാന്ന് പറയുന്നത് നമ്മൾ. ഓക്കെ, സ്ട്രെച്ച് എന്താണ്, സ്ട്രെച്ച് എന്ന് പറയുന്നത് ടു എക്സ്റ്റെൻഡ് എ പാർട്ട് ഓഫ് ദി ബോഡി സോ ഇറ്റ്സ് ഫുൾ ലെങ്ത്. ഹി സ്ട്രെച്ച്ഡ് ഔട്ട് ഹിസ് ഹാൻഡ് ഫോർ ദ bag. Okay, to extend a part of the body to its full length. Okay,
Sulk എന്താണ്? To look angry and refuse to speak or smile because you want people to know what you are upset അല്ലെ. He often sulks away from the crowd അല്ലെ. To look angry, to refuse to speak or smile because you want people to know that you are upset അല്ലെ. നമ്മൾ ദേഷ്യപ്പെടും, അതുപോലെ തന്നെ സംസാരിക്കാനായിട്ട് നമ്മൾ നിൽക്കില്ല, ചിരിക്കില്ല. കാരണം എന്താണ്? ആൾക്കാർക്ക് അറിയണം നിങ്ങൾ അപ്സെറ്റ് ആണ് എന്നുള്ളത്. അതിനെയാണ് നമ്മൾ സൾക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ടോട്ട്. ടോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ വെരി യങ് ചൈൽഡ്. ഓക്കെ, ഗ്ന. ഗ്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? To bite something hard so that it gradually disappears. Okay, a dog gnawed the bone until it broken in two അല്ലെ. എന്താണ്? കടിക്കുക എന്ന് പറയില്ലേ, നമ്മൾ ഹാർഡ് ആയിട്ട് നമ്മൾ കടിക്കുക. ഓക്കെ, ബൈറ്റ് സംതിങ് ഹാർഡ്. ഓക്കെ, അതിനെയാണ് പറയുന്നത്. ഗ്രിം എന്താണ്? ഗ്രിം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി സീരിയസ് ഇൻ അപ്പിയറൻസ്. വെരി സീരിയസ് ഇൻ അപ്പിയറൻസ്. ഹെർ ഗ്രിം ഫേസ് ഷോഡ് ദാറ്റ് സംതിങ് വാസ് റോങ്. ഹെർ ഗ്രിം ഫേസ് ഷോഡ് ദാറ്റ് സംതിങ് വാസ് റോങ് അല്ലെ. വെരി സീരിയസ് ഇൻ അപ്പിയറൻസ്. ഓക്കെ. ഇൻഹെറിറ്റർ. ഇൻഹെറിറ്റർ എന്താണ്? എ പേഴ്സൺ ഹു റിസീവ്സ് മണി ആൻഡ് പ്രോപ്പർട്ടി ഫ്രം ഹിസ് ഓർ ഹെർ ആൻസെസ്റ്റേഴ്സ്. ഓക്കെ, എന്താണ്? ഇന്ത്യൻസ് ആർ ദ ഇൻഹെറിറ്റേഴ്സ് ഓഫ് എ ഗ്രേറ്റ് കൾച്ചർ അല്ലെ. ഇന്ത്യൻസ് എന്ന് പറയുന്നത് ഇൻഹെറിറ്റർ എന്താണ്? എ പേഴ്സൺ ഹു റിസീവ്സ് മണി ആൻഡ് പ്രോപ്പർട്ടി ഫ്രോം ഹിസ് ഓർ ഹെർ ആൻസെസ്റ്റേഴ്സ്. ഓക്കെ. ഐസ്ലേറ്റ് എന്താണ്? എ സ്മോൾ ഐസ്ലൻഡ് ആണ്. ദർ ഇസ് ആൻ ആൻസസ് ചർച്ച് ഓൺ ദി നിയർ ബൈ ലിറ്റിൽ ഐസ്ലൻഡ്. ഓക്കെ. കേണൽ. കേണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? The inner edible part of a nut, especially once the hard shell has been removed. The kernel of coconut is very tasty. The kernel of coconut is very tasty. അതെന്താണ്? ഇന്നർ ആയിട്ടുള്ളത് കേട്ടോ. അതായത് നമ്മുടെ ആ പുറത്തുള്ള ആ ഒരു ഇത് കളഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള നട്ട്സ് ഉണ്ടാവുമല്ലോ, അതിനെയാണ് കേണൽ എന്ന് പറയുന്നത്. ഓക്കെ. ലെയ്ഡൻ. ലെയ്ഡൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഹെവിലി ലോഡഡ് വിത്ത്. ഓക്കെ, ദ ബ്രാഞ്ച് ഓഫ് ദി മാംഗോ ട്രീ ഈസ് ലേഡൻ വിത്ത് റിപ്പ് മാംഗോസ് കേട്ടോ. അതായത് ഹെവിലി ലോഡഡ്. ഒരു മാംഗോ ട്രീയുടെ ബ്രാഞ്ചിൽ വന്നിട്ട്, അതായത് അതിന്റെ ചില്ലിയിൽ വന്നിട്ട് താങ്ങാൻ കഴിയാത്തത്ര മാംഗോസ് നിൽക്കില്ലേ, അതിനെയാണ് ലെയ്ഡൻ എന്ന് പറയുന്നത്. ഓക്കെ. മജസ്റ്റിക്. മജസ്റ്റിക് എന്താണ്? ഗ്രാൻഡ് ഓർ ഇംപ്രസീവ്. അതായത് മൈ അങ്കിൾ ഹാസ് എ മജസ്റ്റിക് ഹൗസ് അല്ലെ. എന്റെ അങ്കിളിന് ഭയങ്കര ഗ്രാൻഡും ഇംപ്രസീവും ആയിട്ടുള്ള ഒരു ഹൗസ് ഉണ്ട്. ഇതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ. അടുത്ത എന്താണ്? കൾപ്രിറ്റ് ആണല്ലേ. കൾപ്രിറ്റ് എന്താണ്? എ പേഴ്സൺ ഹു ഹാസ് ഡൺ സംതിങ് റോങ്. ഓക്കെ, ഓർ അഗെയിൻസ്റ്റ് ദ ലോ. ദ കൾപ്രിറ്റ് വാസ് catch and handed over to the police അല്ലെ. അതായത് was catch and handed over to the police. A person who has done something wrong against the law. നിയമത്തിന് എതിരായിട്ട് ചെയ്യുന്നതിന്. ഓക്കെ. ഡിഗ്നിഫൈ എന്താണ്? ടു മേക്ക് അതേഴ്സ് സീം ഇംപ്രസീവ് അല്ലെ. ഡു നോട്ട് ഡിഗ്നിഫൈ ചീറ്റിംഗ് ആസ് ഇന്റലിജൻസ് അല്ലെ. ടു മേക്ക് അതേഴ്സ് സീം ഇംപ്രസീവ്. ഓക്കെ. ഡിസ്അഗ്രി. ഡിസ്ഗ്രേസ്. ഡിസ്ഗ്രേസ് എന്താണ്? ഡിസ്ഗ്രേസ് എന്ന് പറയുന്നത് ദ ലോസ് ഓഫ് അതർ പീപ്പിൾസ് റെസ്പെക്ട് ആൻഡ് അപ്രൂവൽ ബിക്കോസ് ഓഫ് ദെയർ ബാഡ് ബിഹേവിയർ അല്ലെ. അവരുടെ എന്താ നല്ലതല്ലാത്ത ബിഹേവിയർ കൊണ്ട് മറ്റുള്ളവരുടെ റെസ്പെക്ട് നഷ്ടപ്പെടുക, മറ്റുള്ളവർക്ക് റെസ്പെക്ട് നഷ്ടപ്പെടുക. ഓക്കെ. റാമോസ് ബിഹേവിയർ ഹാസ് ബ്രോഡ് ഡിസ്ഗ്രേസ് ഓൺ ഹർ ഫാമിലി അല്ലെ. അവരുടെ സ്വഭാവം കാരണം അവരുടെ മര്യാദ അല്ലെ അത് പോയി. ഓക്കെ. എഡിബിൾ. എഡിബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സ്യൂട്ടബിൾ ടു ബി ഹീറ്റഡ്. സ്യൂട്ടബിൾ ടു ബി ഹീറ്റഡ്. ദ വെജിറ്റബിൾസ് രാജു ഗ്രോസ് ഇൻ ഹിസ് ഗാർഡൻ ആർ എഡിബിൾ. അതായത് കഴിക്കാൻ നല്ലതായിട്ടുള്ളത്. ഓക്കെ. സ്യൂട്ടബിൾ, കഴിക്കാൻ നല്ലതായിട്ടുള്ളത്. ഫാസിനേറ്റിംഗ്. ഫാസിനേറ്റിംഗ് എന്താണ്? എക്സ്ട്രീംലി ഇൻട്രസ്റ്റിംഗ് ആൻഡ് അട്രാക്റ്റീവ്. ഓക്കെ. എന്താണ്? ദ റിസൾട്ട് ഓഫ് ദി സർവേ ആർ ഫാസിനേറ്റിംഗ്. ഓക്കെ. എക്സ്ട്രീംലി ഇൻട്രസ്റ്റിംഗും അട്രാക്റ്റീവ് ആയിട്ടുള്ളതിനെയാണ് നമ്മൾ ഫാസിനേറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ഫെർവൻലി. ഫെർവൻലി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഷോവിംഗ് സ്ട്രോങ് ഓർ ഇന്റൻസ് ഫീലിംഗ്സ്. We fervently hope they will win the match. Okay. Showing strong or intense feeling അല്ലെ. ഭയങ്കര അതികഠിനമായിട്ടുള്ള ഒരു ഫീലിംഗ്സ് നമ്മൾ കാണിക്കുക. ഓക്കെ. അതിനാണ് നമ്മൾ fervently എന്ന് പറയുന്നത്. ഫ്ലട്ടർ. ഫ്ലട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ടു മൂവ് ലൈറ്റ്ലി ആൻഡ് ക്വിക്ലി വിത്ത് വിങ്സ്. ഓക്കെ. ടു മൂവ് ലൈറ്റ്ലി ആൻഡ് ക്വിക്ലി വിത്ത് വിങ്സ്. ദ ബട്ടർഫ്ലൈസ് ഫ്ലട്ടേർഡ് അറൌണ്ട് ദ ഫ്ലവേഴ്സ്. ഓക്കെ. അതായത് വളരെ പതുക്കെ സ്ലോ ആയിട്ടും ലൈറ്റ്ലി ആൻഡ് ക്വിക്ലി വിത്ത് വിങ്സ്. ഓക്കെ. പറക്കുന്നതിനെയാണ് പറയുന്നത്. ഓക്കെ. അടുത്ത എന്താണ്? റോക്കസ് അല്ലെ. റോക്കസ് എന്താണ്? അതായത് ലൗഡ് ആൻഡ് റഫ് സൗണ്ട്. ഓക്കെ. വി കുഡ് ഹിയർ ദ സൗണ്ട് ഓഫ് റോക്കസ് ഹലാഫ് കമ്മിങ് ഫ്രം ദി ഷോപ്പ് അക്രോസ് ദി സ്ട്രീറ്റ് അല്ലെ. അതായത് ലൗഡ് ആൻഡ് റഫ് സൗണ്ട് അല്ലെ. ഭയങ്കര വലുതും റഫും ആയിട്ടുള്ള സൗണ്ടിനെയാണ് നമ്മൾ റാക്കസ് എന്ന് പറയുന്നത്. ഓക്കെ. സ്ഫെയർ. ഫെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഫെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ റൗണ്ട് ഒബ്ജക്ട്. ഓക്കെ. റൗണ്ട് ഒബ്ജക്ട്. സ്പ്രൈ. സ്പ്രൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഫുൾ ഓഫ് ലൈഫ് ആൻഡ് എനർജി. ഫുൾ ഓഫ് ലൈഫ് ആൻഡ് എനർജി. സ്വാംസ്. സ്വാംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എ ലാർജ് നമ്പർ ഓഫ് ഇൻസെക്ട്സ് ഓർ ബീസ് മൂവിങ് അറൌണ്ട് ടുഗദർ. ഓക്കെ. ഇത് ബീസ് കെയിം ഇൻ സ്വാംസ് ആൻഡ് ഫ്ലൂ സ്ട്രൈറ്റ് ഇൻ ഹൈവ്. ഓക്കെ. എന്താണ്? ദ ലാർജ് നമ്പർ ഓഫ് ഇൻസെക്ട്സ് ഓർ ബീസ്. ഓക്കെ. മൂവിങ് അറൌണ്ട് ടുഗദർ. അതായത് ഒരു കൂട്ടമായിട്ട് പറക്കുന്ന പ്രാണികൾ ഉണ്ടാവുമല്ലോ. ലൈക്ക് നമ്മുടെ
എന്താ നമ്മുടെ തേനീച്ചയൊക്കെ പോലെ അതിനാണ് കേട്ടോ പറയുന്നത്. സ്വൂപ്പ് എന്താണ്? ടു ഫ്ലൈ ക്വിക്ലി ആൻഡ് സഡൻലി ഡൗൺവേർഡ്സ് മെയിൻലി ടു അറ്റാക്ക്. ദ ഹോക്ക് സ്വൂപ്ഡ് ഡൗൺ ഓൺ എ കിച്ചൺ. ഓക്കെ, എന്താണ്? ടു ഫ്ലൈ ക്വിക്ലി, വളരെ പെട്ടെന്നും വേഗത്തിലും, ഓക്കെ, അതായത് അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നതിനെയാണ് നമ്മൾ, പറക്കുന്നതിനെയാണ് നമ്മൾ സ്വൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തെന്താണ്? മെനാക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മെനാക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ സീമിങ് ലൈക്ലി ടു, സോറി കേട്ടോ, ഇതിന്റെ പ്രൊണൗൺസിങ് എന്ന് പറയുന്നത് മെനസിങ് എന്നാണ് കേട്ടോ. മെനസിങ് എന്നാണ് പ്രൊണൗൺസ് ചെയ്യുന്നത്. ഓക്കെ, ചിലതിൽ പ്രൊണൗൺസിയേഷൻ മിസ്റ്റേക്ക് ഉണ്ടാവും കേട്ടോ, ക്ഷമിക്കണം. ഓക്കെ, മെനസിങ് എന്നാണ് പറയുന്നത്. സീംലി ലൈക്ലി ടു കോസ് യു ഹാം ഓർ ഡേഞ്ചർ. ഓക്കെ, ദ മെനസിങ് ലുക്ക് ഓഫ് ദി റാറ്റ്സ് ചേസ്ഡ് ദ കാറ്റ് അവേ. ഓക്കെ, എന്താണ്? സീമിങ് ലൈക്ലി ടു കോസ് യു ഹാം ഓർ ഡേഞ്ചർ. ഓക്കെ, എന്താണ്? കാണുമ്പോൾ നമുക്ക് നമ്മളെ ഹാം ചെയ്യാനോ ഡേഞ്ചർ ചെയ്യാൻ, നമ്മളെ അപകടത്തിലാക്കാനോ രീതിയിലുള്ളത്. ഓക്കെ, നാരോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ക്ലോസ്ലി, ദ നാരോലി എസ്കേപ്ഡ് ദി ആക്സിഡന്റ് അല്ലെ. അവര് വളരെ നരോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു ക്ലോസ്ലി അല്ലെ, വളരെ അടുത്തായിരുന്നു, പക്ഷെ പെട്ടെന്ന് ഒരു ഭാഗ്യം കൊണ്ട് എന്നൊക്കെ നമ്മൾ പലതേ നാരോലി, തലനാരിഴക്കി എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഇത് കറക്റ്റ് ആയിരിക്കും, അത് രക്ഷപ്പെട്ടു എന്നാണ് കേട്ടോ. നൗറിഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്? ടു കീപ് എ പേഴ്സൺ, ആൻ ആനിമൽ ഓർ എ പ്ലാന്റ് അലൈവ് ആൻഡ് ഹെൽത്തി വിത്ത് ഫുഡ് എക്സെട്ര. ഓക്കെ, മോസ്റ്റ് പ്ലാന്റ്സ് ആർ നറിഷ്ഡ് ബൈ വാട്ടർ ഡ്രോൺ അപ്പ് ത്രൂ ദെയർ റൂട്ട്സ്. ഓക്കെ, എന്താണ്? ടു കീപ് എ പേഴ്സൺ ഓർ ആനിമൽ ഓർ എ പ്ലാന്റ് അലൈവ് ഹെൽത്തി വിത്ത് ഫുഡ്. ഒരു അനിമലോ ട്രീയോ മനുഷ്യനോ ആണെങ്കിൽ അവർക്ക് അതായത് അവർ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടുന്ന ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. മോസ്റ്റ് പ്ലാന്റ്സ് ആർ നറിഷ്ഡ് ബൈ വാട്ടർ ഡ്രോൺ അപ്പ് ദെയർ റൂട്ട്സ്. ഓക്കെ, ഒക്കേഷണലി, സംടൈംസ്, നോട്ട് ഓഫൻ. ഹി വിസിറ്റ്സ് മീ ഒക്കേഷണലി അല്ലെ, സംടൈംസ് എപ്പോഴെങ്കിലും, ഹി വിസിറ്റ് മീ എപ്പോഴെങ്കിലും. ഓക്കെ, അടുത്തെന്താണ്? പെർച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മീനിങ്? ഓക്കെ, പേർച്ചിന്റെ മീനിങ് വരുന്നത് ടു ലാൻഡ് ആൻഡ് സ്റ്റേ ഓൺ ദി ബ്രാഞ്ച് ഓഫ് എ ട്രീ. ഓക്കെ, ദ ബേർഡ്സ് പേർച്ച്ഡ് ഓൺ ദ ബോട്ട്സ് ഓഫ് എ ജാക്ക് ഫ്രൂട്ട് ട്രീ അല്ലെ. ടു ലാൻഡ് ആൻഡ് സ്റ്റേ, അവിടെ ഇറങ്ങി അവിടെ നിൽക്കുന്നത്. ഓക്കെ, അതായത് നിൽക്കുന്ന ആ ബ്രാഞ്ച് ഓഫ് ട്രീനെയാണ് നമ്മൾ പേർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, പൗൺസ് എന്താണ്? ടു മൂവ് സഡൻലി ഫോർവേഡ് ഇൻ ഓർഡർ ടു അറ്റാക്ക് ഓർ ക്യാച്ച് സംതിങ്. ടു മൂവ് സഡൻലി ഫോർവേഡ് ഇൻ ഓർഡർ ടു അറ്റാക്ക് ഓർ ക്യാച്ച് സംതിങ്. ദ കിച്ചൺ പൗൺസ്ഡ് അറ്റ് ദ ബോൾ ഐ ത്രൂ ടു ഇറ്റ്. അതായത് ഓക്കെ, മനസ്സിലായില്ല. അതായത് നമ്മൾ പൂച്ചയ്ക്കൊക്കെ ഇങ്ങനെ ബോൾ എറിഞ്ഞു കൊടുത്തു വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പോയി എടുത്തിട്ട് വരുമല്ലോ, അപ്പൊ അതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. റാക്കറ്റ് എന്താണ്? റാക്കറ്റ് എന്ന് പറയുന്നത് ലൗഡ് അൺപ്ലസന്റ് നോയ്സ്. സ്റ്റോപ്പ് മേക്കിംഗ് ദ ടെറിബിൾ റാക്കർ. എന്താണ്? അതായത് ഭയങ്കര ലൗഡായിട്ട് നമുക്ക് കേൾക്കാൻ അത്ര സുഖമില്ലാത്ത രീതിയിലുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നതിനാണ് റാക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ടാലന്റ് എന്താണ്? എ നാച്ചുറൽ എബിലിറ്റി ടു ഡു സംതിങ് വെൽ. ഓക്കെ, രശ്മി വാസ് എക്സ്ട്രീംലി ടാലന്റഡ് ഇൻ സിംഗിങ്. ലക്ഷ്മി ഭയങ്കര ടാലന്റഡ് ഇൻ സിംഗിങ് അല്ലെ. നാച്ചുറൽ എബിലിറ്റി, അതായത് നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന എബിലിറ്റി ആണ് ഒരു കാര്യം ചെയ്യുന്നതിന്. ഓക്കെ, അടുത്ത എന്താണ്? ടെൻഡർ, ഈസി ടു ബൈ ത്രൂ ആൻഡ് കട്ട്. ഓക്കെ, ഇത് കുക്കുംബേഴ്സ് ആ ടെൻഡർ അല്ലെ, ഭയങ്കര കടിക്കാനും നമുക്ക് മുറിക്കാനും ഒക്കെ ഭയങ്കര ഈസി ആയിട്ടുള്ള തന്നെയാണ്. ടെൻഡർ എന്ന് വെച്ചാൽ ഇങ്ങനെ എളമ്പായിട്ടുള്ളതെന്നൊക്കെ പറയാറില്ലേ, അങ്ങനെയാണ് കേട്ടോ. തിക്കറ്റ് എന്താണ്? തിക്കറ്റ് എന്ന് പറയുന്നത് എ ഗ്രൂപ്പ് ഓഫ് bushes or some small trees growing closely together. Okay, the robbers hid in the bamboo thicket. Okay, എന്താണ് ഇവിടെ വരുന്നത്? ഗ്രൂപ്പ് ഓഫ് ബുഷസ്. ഓക്കെ, അതായത് എന്താണ്? ഒരു കൂട്ടമായിട്ട് വളരുന്നതുണ്ടല്ലേ, ബാംബു ട്രീസ് ഒക്കെ കണ്ടിട്ടില്ലേ, ഭയങ്കര കൂട്ടമായിട്ടല്ലേ വളരുന്നത്, അപ്പൊ അതിനെയാണ് ക്ലോസ്ലി ടുഗെദർ. ഓക്കെ, ഗ്രോവിംഗ് ക്ലോസ്ലി ടുഗെദർ എന്താണ്? ഒരുമിച്ച് കൂട്ടമായിട്ട് വളരുന്നതിന്. ഓക്കെ, ട്രസ്പാസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എ പേഴ്സൺ ഹു എൻറ്റേഴ്സ് അതേഴ്സ് ലാൻഡ് ഓർ പ്രോപ്പർട്ടി വിത്തൗട്ട് പെർമിഷൻ. ദർ വാസ് എ ബോർഡ് കെപ്റ്റ് ഓൺ ദി പ്രോപ്പർട്ടി. ട്രസ്പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ്. ഓക്കെ, എന്താണ്? അതായത് മറ്റൊരാളുടെ സ്ഥലത്തിലോട്ടോ പ്രോപ്പർട്ടിയിലോട്ടോ അവരുടെ പെർമിഷൻ ഇല്ലാതെ എൻറ്റർ ചെയ്യുന്നതിനാണ് നമ്മൾ ട്രസ്പാസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? അടുത്തത് ആർഗ്യൂ. ടു സ്പീക്ക് ആംഗ്രിലി ടു സംബഡി ബിക്കോസ് യു ഡിസഗ്രി വിത്ത് ദം. ഓക്കെ, മറ്റൊരാളുടെ അടുത്ത് നമ്മൾ ആർഗ്യൂ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ദേഷ്യത്തോടെ സംസാരിക്കുക അല്ലെ, കാരണം നമുക്ക് അവരുമായിട്ട് എഗ്രി ചെയ്യാൻ പറ്റില്ല, അപ്പൊ അതുകൊണ്ട് ആംഗ്രി ആയിട്ട് സംസാരിക്കുന്നതിനാണ് ആർഗ്യൂ എന്ന് പറയുന്നത്. ദ സ്റ്റുഡൻസ് ആർഗ്യൂഡ് വിത്ത് ഈച്ച് അതർ അബൌട്ട് ദ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ അല്ലെ, ഒരു ക്വസ്റ്റ്യന്റെ ആൻസറിന് സ്റ്റുഡൻസ് എല്ലാവരും കൂടെ ചേർന്ന് ആർഗ്യൂ ചെയ്തു. സീസ്, ടു സ്റ്റോപ്പ് ഹാപ്പനിങ്. ഓക്കെ, സീസ് എന്താ? ഇത് ആക്ച്വലി സീസ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടേതിൽ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഒരു കാര്യം നോക്കുക, നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്താണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ 2025 ഇപ്പൊ ചോദിച്ച ചോദ്യ പേപ്പർ കേട്ടോ. ഒരു ഇന്നലെ വന്ന ആൻസർ കീയാണ്, ഇന്നലെ അല്ല 2 ദിവസം മുമ്പ് വന്ന ആൻസർ കീയാണെന്ന് തോന്നുന്നു. അതിൽ ആക്ച്വലി ഞാനിപ്പോ ഈ വീഡിയോ എടുക്കുന്നത് എപ്പോഴാണ്?
നമ്മള് 26th ഏപ്രിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 2 days മുമ്പോ ആയിട്ട് നമ്മുടെ എന്താ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. സീസിന്റെ ഇത് എന്താണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ സ്റ്റോപ്പ് എന്നാണ് കേട്ടോ, കണ്ടോ? അപ്പൊ ഇതൊന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ടു സ്റ്റോപ്പ് ഹാപ്പനിങ് ദ കമാൻഡർ ഓർഡേർഡ് ദിസ് ഹിസ് മെൻ ടു സീസ് ദി വാർ. ഓക്കെ, അടുത്തെന്താണ്? ചാർട്ടർ എന്താണ്? ഒഫീഷ്യൽ ഡോക്യുമെന്റ്. ദ ചാർട്ടർ ഫോർ അപ്ഗ്രേഡിംഗ് ദ കോളേജ് വർ റിസീവ്ഡ് ലാസ്റ്റ് മന്ത്. ഓക്കെ, എന്താണ്? ഒഫീഷ്യൽ ഡോക്യുമെന്റ്. ഓക്കെ, corn, any plant that is grown for its grain. Okay, a field of wheat corn, any plant that is grown for its grain. Okay, covet എന്ന് വെച്ചാൽ എന്താണ്? To desire something very much, especially that belongs to somebody else. Okay, he had covered for a chance to work with a famous musician. He had covered എന്താണ്? To desire something very much, especially that belongs to somebody else. അല്ലെ, അതിനെയാണ് നമ്മൾ covet എന്ന് പറയുന്നത്. Crazy, not sensible, stupid. അല്ലെ, ബുദ്ധിയില്ലാത്ത സ്റ്റുപ്പിഡ് ആയിട്ടുള്ള ആളെയാണ് പറയുന്നത്. ക്രച്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എ ലോങ് സ്റ്റിക്ക് വിത്ത് എ ക്രോസ് പീസ് അറ്റ് ദി ടോപ്പ് യൂസ്ഡ് ടു വാക്ക് ബൈ എ ലെയിം പേഴ്സൺ. എ ലോങ് സ്റ്റിക്ക് വിത്ത് എ ക്രോസ് പീസ് അറ്റ് ദി ടോപ്പ് യൂസ്ഡ് ടു വാക്ക് by a lame person. Okay, cultivate, to prepare and use land for growing plants or crops. Okay, the land around here has never been cultivated. Okay, distinctly എന്താണ്? Easily or clearly heard, seen, felt, etc. Even though it was raining, I distinctly heard someone calling. അല്ലാതെ easily or clearly heard, seen, felt, etc. അതായത് ഈസിലി അല്ലെ, നമ്മൾ ഭയങ്കര എന്താ പറയാ, ഈസി ആയിട്ടും ക്ലിയർ ആയിട്ടും കേട്ടു എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. വെന്തോ ഇറ്റ് വാസ് റെയിനിങ്, മഴ പെയ്യുന്നുണ്ടെങ്കിലും ഞാൻ ക്ലിയർ ആയിട്ട് ഒരാൾ വിളിക്കുന്നത് ഞാൻ കേട്ടു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഗ്രെയിൻ എന്താണ്? ദ സ്മോൾ ഹാർഡ് സീഡ്സ് ഓഫ് എ ഫുഡ് പ്ലാന്റ്സ് ഹാസ് പ്ലാന്റ്സ് സച്ച് ആസ് വീറ്റ്, റൈസ്, എക്സെട്ര. സിംഗിൾ സീഡ് ഓഫ് എ സച്ച് എ പ്ലാന്റ്. ഓക്കെ, അതായത് ഗ്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോൾ ഹാർഡ് സീഡ്സ് ഓഫ് എ ഫുഡ് പ്ലാന്റ്സ്. അതായത് നമ്മുടെ ഈ റൈസ് സിംഗിൾ പീസ് ഓഫ് ഇത് ഉണ്ടാവുമല്ലോ, നമ്മുടെ സിംഗിൾ സീഡ്, നമ്മുടെ നെല്ല്, ഗോതമ്പ്, അങ്ങനെയുള്ള സംഭവങ്ങളാണ് അരി, അതിനെയാണ് കേട്ടോ ഗ്രെയിൻ എന്ന് പറയുന്നത്. അടുത്തെന്താണ്? ഗ്രിൻ എന്താണ്? ടു സ്മൈൽ വൈഡ്ലി. ഈ ഗ്രിൻഡ് അറ്റ് മീ ആസ് ഇഫ് ഷെയറിംഗ് എ സീക്രട്ട് ജോക്ക്. ഓക്കെ, എന്താണ് ഇതെന്ന് പറയുന്നത്? എന്താ? ഗ്രൂ എന്ന് പറയുന്നത് ഗ്രിൻ എന്ന് പറയുന്നത് എന്താണ്? ടു സ്മൈൽ വൈഡ്ലി അല്ലെ, വളരെ വിശാലമായിട്ട് ചിരിക്കുന്നതിനെയാണ് പറയുന്നത്. ഓക്കെ, ഗ്രൂ എന്താണ്? എ ലോങ് നാരോ കട്ട് ഓൺ ദി സർഫേസ് ഓഫ് സംതിങ് ഹാർഡ്. ദർ ഇസ് എ ഗ്രൂപ്പ് സി ഓൺ ദി ഡോർ. എ ലോങ് നാരോ കട്ട് ഓൺ ദി സർഫേസ് ഓഫ് എ സംതിങ് ഹാർഡ്. ഓക്കെ, ഹിച്ച് എന്താണ്? To get a free ride in a vehicle. Okay, to get the traveler hitched around the city on a rickshaw. അല്ലെ, to get a free ride on the vehicle. vehicle free ride പോവുക. Okay, peek എന്താണ്? To hit or pick with the beak. A robin pecked at crumbs lying on the ground. Okay, അതാണ് peck എന്ന് പറയുന്നത്. Okay, അടുത്തെന്താണ്? പ്ലോ എന്താണ്? To dig and turn over a field or other area of land. Okay, nowadays we use tractor to plow the ഫീൽഡ്സ്. ഓക്കെ, അതായത് കൊണ്ട് കിളക്കുക എന്നൊക്കെ പറയുമല്ലോ, കിളക്കുക നിലമൊക്കെ, അതിനെയാണ് കേട്ടോ പറയുന്നത്. അടുത്തെന്താണ്? പോംബ് എന്താണ്? ദ ഇംപ്രസീവ് ക്ലോത്ത്സ്, ഡെക്കറേഷൻസ്, എക്സെട്ര. ദർ ഇസ് എ പോംബ് ആൻഡ് ദ സെറമണി ഓഫ് എ ലോയൽ വെഡിങ്. അല്ലെ, ഇംപ്രസീവ് ആയിട്ടുള്ള ക്ലോത്ത്സിനെയും ഡെക്കറേഷനെയുമാണ് നമ്മൾ പോംബ് എന്ന് പറയുന്നത്. പോണ്ടർ എന്താണ്? ടു തിങ്ക് കെയർഫുള്ളി ആൻഡ് റീച്ച് ഡിസിഷൻ. ടു തിങ്ക് കെയർഫുള്ളി ആൻഡ് റീച്ച് ഡിസിഷൻ. ദ സെനറ്റർ പോണ്ടേർഡ് ദ ക്വസ്റ്റ്യൻ ഫോർ എ മൊമെന്റ്. ടു തിങ്ക് കെയർഫുള്ളി. ഓക്കെ, അതായത് ഒരു തീരുമാനത്തിൽ എത്തുന്നതിന് മുമ്പായിട്ട് തിങ്ക് കെയർഫുള്ളി എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത എന്താണ്? റാവൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ടു ഡീപ്പ് ആൻഡ് നാരോ വാലി വിത്ത് സ്റ്റീപ്പ് എസൈഡ്. റവൈൻസ് ആർ ഫൗണ്ട് ഇൻ മൗണ്ടൈനസ് ഏരിയാസ്. എന്താണ്? ഡീപ്പുമായിട്ടുള്ള ഒരു ഏരിയാസിനെയാണ് നമ്മൾ പറയുന്നത്. ഡീപ്പ് ആൻഡ് നാരോ വാലി വിത്ത് സ്റ്റീപ്പ് എസൈഡ്സ്. ഓക്കെ, reluctantly എന്താണ്? നോട്ട് വില്ലിംഗ്ലി. ദ ട്രാവലേഴ്സ് reluctantly agreed to pay the higher fare. ഓക്കെ, reluctantly എന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് വില്ലിംഗ്ലി അല്ലെ, തയ്യാറാവുന്നില്ല, അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, സ്കോളർ എ പേഴ്സൺ ഹു നോസ് എ ലോട്ട് ഇൻ ഡീറ്റെയിൽ അബൌട്ട് എ പെർട്ടിക്കുലർ സബ്ജക്ട്. ഓക്കെ, ഒരു വിഷയത്തെ കുറിച്ച് ഏറ്റവും കൂടുതലായിട്ട് അറിയുന്ന ഒരാളെ, ഡീറ്റെയിൽ ആയിട്ട് അറിയുന്ന ഒരാളെയാണ് സ്കോളർ എന്ന് പറയുന്നത്. സ്ലൈ എന്താണ്? ഡൺ ഇൻ എ സീക്രട്ട് ഡിസോണസ്റ്റ് വേ, ഓഫൻ ഇന്റൻഡിങ് ടു ട്രിക്ക് പീപ്പിൾ, കണ്ണിങ്. ഓക്കെ, എന്താണ്? ഡൺ ഇൻ എ സീക്രട്ട് ഓർ ഡിസോണസ്റ്റ് വേ അല്ലെ, എന്തെങ്കിലും ഡിസോണസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? അതായത് ഒരു വിശ്വാസം ഇതില്ലാതെ ചെയ്യുക, അതുപോലെ തന്നെ സീക്രട്ട് ആയിട്ടും ചെയ്യുക. ഓക്കെ, ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ടുള്ളത്, കണ്ണിങ് ആയിട്ടുള്ള ആള് എന്നൊക്കെ പറയില്ല, അതിനെയാണ് നമ്മൾ സ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ,
സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ് ആൻഡ് നോട്ട് ഈസിലി ഡാമേജ്ഡ്. വിനു പർച്ചേസ്ഡ് സ്റ്റഡി പെയർ ഓഫ് ബൂട്ട്സ് ഫോർ ട്രക്കിംഗ്. ഓക്കെ, അതായത് പെട്ടെന്ന് കേട് വരുത്താനായിട്ട് പറ്റാത്തതിനെയാണ് സ്റ്റഡി എന്ന് പറയുന്നത്. ത്രഷ് എന്താണ്? ടു സെപ്പറേറ്റ് ഗ്രെയിൻസ് ഓഫ് റൈസ്, വീറ്റ് എക്സെട്ര. ഓൾഡ് വുമൻ ത്രഷ്ഡ് ദ ഗ്രെയിൻസ്. ഓക്കെ, ടു സെപ്പറേറ്റ് ഗ്രെയിൻസ് ഓഫ് റൈസ്. ടോയിൽ എന്താണ്? ടോയിൽ ടു വർക്ക് വെരി ഹാർഡ് ആൻഡ് ഓർ ഫോർ എ ലോങ് ടൈം. The peasant or toil in the fields from morning to evening. Okay, to work very hard or for hard and or for long time. അല്ലെ, ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് മീൻസ് വർക്ക് വെരി ഹാർഡ്. ഓക്കെ, ലോങ് ടൈം, ഒരുപാട് വർഷമായിട്ട് ചെയ്യുന്നതിന്. ടോട്ടർ ടു വാക്ക് ഓർ മൂവ് വിത്ത് ദ വീക്ക് അൺസ്റ്റഡി സ്റ്റെപ്സ്. ഓക്കെ, ടു വാക്ക് ഓർ മൂവ് വിത്ത് വീക്ക് അൺസ്റ്റഡി സ്റ്റെപ്സ്. ദ ഡ്രങ്കാർഡ് ടോട്ടർഡ് അലോങ് ദ സ്ട്രീറ്റ്സ്. ടു വാക്ക് ഓർ മൂവ് വിത്ത് വീക്ക് അൺസ്റ്റഡി സ്റ്റെപ്സ്. അല്ലെ, നമ്മളൊരു എന്താ പറയാ, നമ്മള് ഒരു സ്റ്റഡി അല്ലാതെ നടക്കുക എന്നൊക്കെ പറയില്ലേ, നമ്മളിങ്ങനെ ആടി നടക്കില്ലേ, അതിനാണ് ടോട്ടർ എന്ന് പറയുന്നത് കേട്ടോ. ഈൽഡ് എന്താണ്? ഈൽഡ് ടു പ്രൊഡ്യൂസ് ക്രോപ്പ്. ദർ ആർ ട്രീസ് ദാറ്റ് നോ ലോnger ഈൽഡ് ഫ്രൂട്ട്സ്. ഓക്കെ, ദർ ആർ ട്രീസ് അല്ലെ, ട്രീസ് ദാറ്റ് നോ ലോnger ഈൽഡ് ഫ്രൂട്ട്സ് അല്ലെ, ടു പ്രൊഡ്യൂസ് ക്രോപ്പ്. അടുത്ത എന്താണ്? അടുത്തെന്ന് പറയുന്നത് ബാക്ക് സ്ട്രോക്ക് ആണ് കേട്ടോ. ബാക്ക് സ്ട്രോക്ക് ആണ് അടുത്തെന്ന് പറയുന്നത്. എന്താണ്? ബാക്ക് സ്ട്രോക്ക് ആണ്. ഓക്കെ, ബാക്ക് സ്ട്രോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അടുത്തത് ബാക്ക് സ്ട്രോക്ക് ആണ് കേട്ടോ. ബാക്ക് സ്ട്രോക്ക് എന്താണ്? എ സ്റ്റൈൽ ഓഫ് സ്വിമ്മിങ് ഇൻ വിച്ച് യു ലൈ ഓൺ യുവർ ബാക്ക്. എ സ്റ്റൈൽ ഓഫ് സ്വിമ്മിങ്. ഓക്കെ, സ്റ്റൈൽ ഓഫ് സ്വിമ്മിങ്ങിനെയാണ് പറയുന്നത്. ഓക്കെ, അടുത്ത എന്താണ്? ബഫിൽ എന്താണ്? ടു ബി ടു ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് അല്ലെ. വൺ ഓഫ് ദി ക്വസ്റ്റ്യൻ ഇൻ ദി ക്വസ്റ്റ്യൻ പേപ്പർ ബാഫിൾഡ് മീ കംപ്ലീറ്റ്ലി അല്ലെ, അതായത് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളത്. ബൗൾഡർ എന്താണ്? എ വെരി ലാർജ് റോക്ക്, വലിയ കല്ല്. ഓക്കെ, ബ്രസ്റ്റ് സ്ട്രോക്ക് എന്താണ്? ബ്രസ്റ്റ് സ്ട്രോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ സ്റ്റൈൽ ഓഫ് സ്വിമ്മിംഗ് ദാറ്റ് യു ഡു ഓൺ യുവർ ഫ്രണ്ട്, മൂവിങ് യുവർ ആംസ് ആൻഡ് ലെഗ്സ് അവേ ഫ്രം യുവർ ബോഡി ആൻഡ് ദ ബാക്ക് ടുവേർഡ്സ് ഇൻ എ സർക്കിൾ. ഓക്കെ, എന്താണ്? അതായത് ഒരു ടൈപ്പ് ഓഫ് സ്വിമ്മിങ്ങിനെയാണ് കേട്ടോ ഇവിടെ പറയുന്നത്. അടുത്ത എന്താണ്? ചാമ്പ് ആണ്. ചാമ്പ് എന്താണ്? ചാമ്പ്യൻ ആണ്. കണ്ടസ്റ്റന്റ് എന്ന് വെച്ചാൽ കണ്ടസെന്റ് എന്നാണ് കേട്ടോ. കണ്ടസെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ടു ട്രീറ്റ് സമ്മൺ ആസ് ഇൻഫീരിയർ ദാൻ വൺ സെൽഫ്. ഓക്കെ, വെൻ ഗിവിംഗ് എ ടോക്ക് be careful not to condescend to your audience. Okay, someone is inferior than oneself. Okay, costume എന്താണ്? ഡ്രസ്സ് തന്നെയാണ്. Current, the movement of a water on air flowing in a certain direction. Okay, the swimmer was swept away by the current of the river. Okay, movement of a water on air flowing. ഒഴുക്ക് എന്ന് പറയില്ലേ, ഒഴുക്ക്, അതിനെയാണ് കേട്ടോ പറയുന്നത്. ഡിസാൻറ്റേഡ്. ഓക്കെ, ഡിസാൻറ്റേഡ് എന്ന് പറയുന്നത് എന്തിനാണ് പറയുന്നത്? നോ ലോങ്ങർ ഫീലിംഗ് enthusiasm, നോട്ട് ഫീലിംഗ് ഗുഡ് ഓർ വർത്ത് ഡൂയിങ്. ഓക്കെ, ഹി വാസ് ഡിസെൻചാൻറ്റഡ്. ഓക്കെ, മനസ്സിലായല്ലോ എന്താണ്? നോ ലോങ്ങർ ഫീലിംഗ് enthusiasm, നോട്ട് ഫീലിംഗ് ഗുഡ് ഓർ വർത്ത് ഡൂയിങ്. ഓക്കെ, ഹി വാസ് ഡിസെൻചാൻറ്റഡ് വിത്ത് ഹിസ് ജോബ് ആസ് എ ലോയർ. ഓക്കെ, നോട്ട് ഫീലിംഗ് enthusiasm, നോട്ട് ഫീലിംഗ് ഗുഡ്. ഓക്കെ, നോട്ട് ഫീലിംഗ് ഗുഡ്, അതാണ് പറയുന്നത്. എക്സോസ്റ്റ്, ടു ബി ടയർഡ് അല്ലെ. ഷി ഫെൽറ്റ് എക്സോസ്റ്റഡ് ആഫ്റ്റർ എ ലോങ് ജേർണി അല്ലെ, ടയേർഡ് ആയി എന്നുള്ളതിനാണ് പറയുന്നത്. ഓക്കെ, ഫെയിന്റ്, ഫീലിംഗ് വീക്ക് ആൻഡ് ടയർഡ് അല്ലെ, തലയിറങ്ങുക എന്നൊക്കെ ആ ഒരു ടൈപ്പ് വരുന്ന മീനിങ് ആണ് കേട്ടോ. ഫ്രീ സ്റ്റൈൽ എന്താണ്? എ സ്വിമ്മിംഗ് റൈസ് ഇൻ വിച്ച് പീപ്പിൾ ടേക്കിംഗ് പാർട്ട് ക്യാൻ യൂസ് മൈ സ്ട്രോക്ക് ദേ വാണ്ട്. ഓക്കെ, സ്വിമ്മിംഗ് റൈസ്. ഓക്കെ, ഫ്രീ സ്റ്റൈൽ ഇൻ വിച്ച് പീപ്പിൾ ടേക്കിംഗ് പാർട്ട് ക്യാൻ യൂസ് എനി സ്ട്രോക്ക് ദേ വാണ്ട്. ഓക്കെ, ഫ്രോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ടു മേക്ക് സീരിയസ്, ആംഗ്രി ഓർ വറീഡ് ലുക്ക്. ഓക്കെ, ബൈ ബ്രിങ്ങിങ് യുവർ ഐബ്രോസ് ക്ലോസർ ടുഗദർ സോ ദാറ്റ് ലൈൻസ് അപ്പിയർ ഓൺ യുവർ ഫോർഹെഡ്. വാട്ട് ആർ യുവർ ഫ്ലോവിംഗ് അറ്റ് മീ. ഓക്കെ, എന്താണ്? ടു മേക്ക് സീരിയസ്, ആംഗ്രി ഓർ വറീഡ് ലുക്ക്. ഓക്കെ, ബൈ ബ്രിങ്ങിങ് യുവർ ഐബ്രോസ് ക്ലോസർ ടുഗദർ സോ ദാറ്റ് ലൈൻസ് അപ്പിയർ ഓൺ യുവർ ഫോർഹെഡ്. അതായത് ആ ഒരു ലുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യില്ല, ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ആംഗ്രി ആയിട്ടുള്ള ഒരു ലുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യില്ല. നമ്മുടെ ഈ ഐബ്രോ ഒക്കെ ഇങ്ങനെ ആവുന്ന സമയത്ത് ഈ ഇവിടെയൊക്കെ ചുളുങ്ങില്ല, നെറ്റിയൊക്കെ, ആ ഒരു ഇതിനെയാണ് കേട്ടോ പറയുന്നത്. അടുത്ത എന്താണ്? ഗ്ലോ, ടു ലുക്ക് വെരി പ്ലീസ്ഡ് ഓർ സാറ്റിസ്ഫൈഡ് അല്ലെ. രാധ വാസ് ഗ്ലോയിങ് വിത്ത് പ്രൈഡ് ആഫ്റ്റർ വിന്നിങ് ദ ഗോൾഡ് മെഡൽ അല്ലെ. പ്ലീസ്ഡ്, സാറ്റിസ്ഫൈഡ്, ഭയങ്കര അഭിമാനവും അതുപോലെ തന്നെ സന്തോഷത്തോടെ. ഓക്കെ, ഇൻക്വിസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇൻവെസ്റ്റിഗേഷൻ. ഐ വാസ് സബ്ജക്റ്റഡ് ടു ലെങ്തി ഇൻക്വിസിഷൻ അബൌട്ട് ദ മർഡർ ദാറ്റ് ഹാപ്പൻഡ് നെക്സ്റ്റ് ടു മൈ ഹൗസ്. ഓക്കെ, ഐ വാസ് സബ്ജക്റ്റഡ് ടു ലെങ്തി ഇൻക്വിസിഷൻ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. ഓക്കെ, നെർവസ്ലി, നോട്ട് കോൺഫിഡന്റ്, അഫ്രൈഡ് അല്ലെ, കോൺഫിഡന്റ് അല്ല, പേടിയോട് കൂടിയിട്ട്. നീസ് എന്താണ്? ദ ഡോട്ടർ ഓഫ് വൺസ് brother or sister. Okay, scoop എന്താണ്? To move, lift. Okay, with the quick movement
the people scooped the drowning a man and brought him to the store. Okay, അടുത്ത എന്താണ് sheepish എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ലുക്കിംഗ് ഓർ ഫീലിംഗ് എംബാരസ്ഡ് ബിക്കോസ് യു ഹാവ് ഡൺ സംതിങ് റോങ്. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമ്മളെ കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കര എന്താ പറയാ ലുക്കിംഗ് ഫീലിംഗ് എംബാരസ്ഡ് അല്ലേ, നമ്മൾ ഭയങ്കരമായിട്ട് ആ ഒരു ഗിൽറ്റി ഫീലൊക്കെ നമ്മൾ നിൽക്കില്ലേ, ആ ഒരു ഇതിനാണ് കേട്ടോ, നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടും ടെൻസ്ഡ് ആയിട്ടും ഒക്കെ നിൽക്കില്ല, അതിനെയാണ് പറയുന്നത്. ഓക്കെ, സൂത്തിങ്ലി എന്താണ് മേക്ക് സംബഡി ഹു ഈസ് അപ്സെറ്റ് ഓർ ആങ്ഷ്യസ് ഫീൽ കാമർ. ഓക്കെ, ദർ ഇസ് നോ നീഡ് ടു വറി, ഹി സെഡ് സൂത്തിങ്ലി. ഓക്കെ, അപ്പൊ അവിടെ എന്താണ് ടു മേക്ക് സംബഡി ഹൂസ് അപ്സെറ്റ് ഓർ ആങ്ഷ്യസ് ഫീൽ കാമർ അല്ലെ, നമ്മുടെ അപ്സെറ്റ് ആയിട്ടോ പേടിച്ചിട്ടോ നിൽക്കുന്ന ഒരാളെ നമ്മൾ കാമാക്കില്ലേ, അതിനെയാണ് പറയുന്നത്. ഓക്കെ, അടുത്തെന്താണ് ട്രംഫന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് വെരി സക്സസ്ഫുൾ. ഓക്കെ, വെരി സക്സസ്ഫുൾ. വെയിൻ എന്താണ് ദാറ്റ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് ദ റിസൾട്ട് യു വാണ്ട്, യൂസ്ലെസ്. ഓക്കെ, ഐ നോക്ക്ഡ് ലൗഡ്ലി ദ വെയിൻ ഹോപ്പ് ദാറ്റ് സമ്മൺ മൈറ്റ് ആൻസർ അല്ലെ, ദാറ്റ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് ദ റിസൾട്ട് യു വാണ്ട്, അതായത് യൂസ്ലെസ് ആയിട്ടുള്ളത്. ഓക്കെ, എന്താണ് നമ്മൾ കൊടുത്തതിനുള്ള റിസൾട്ട് ഇല്ല എന്ന് പറയില്ല, അപ്പൊ യൂസ്ലെസ് ആയിട്ടുള്ളതാണ്. ഓക്കെ, വിങ്ക് എന്താണ് വിങ്ക് ടു ക്ലോസ് വൺ ഐ ആൻഡ് ഓപ്പൺ ഇറ്റ് അഗെയിൻ ക്വിക്ലി. ഓക്കെ, എന്താണ് ടു ക്ലോസ് വൺ ഐ ആൻഡ് ഓപ്പൺ ഇറ്റ് അഗെയിൻ ക്വിക്ലി. ഹി വിങ്ക്ഡ് അറ്റ് her and she knew he was thinking the same thing and that she was. ഓക്കെ, അപ്പൊ ഇവിടെ ഇത്രയേ ഉള്ളൂ കേട്ടോ. ആറാമത്തെ നമ്മുടെ സ്റ്റാൻഡേർഡിന്റെ ആണ് നമ്മളിപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, 6th സ്റ്റാൻഡേർഡിന്റെ ഇത്രേ ഇതിൽ വരുന്നുള്ളൂ. അപ്പൊ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറെ എക്സാമ്പിളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഇതിൽ എന്താണോ കൊടുത്തിരിക്കുന്നത് അത് തന്നെ പഠിക്കണം. ഓക്കെ, അപ്പൊ ഞാനൊരു ഇത് കാണിച്ചു തന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലെ, അപ്പൊ അത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ എക്സാമിന് ചോദിച്ചതാണ്, കാരണം ഞാൻ ഇന്നലെയാണ് ആ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തത്. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ഞാൻ ഇത്ര ഷുവർ ആയിട്ട് ഞാൻ പറയാനുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പോൾ പഠിക്കുക കേട്ടോ, ഇത് നിങ്ങൾക്ക് എന്തായാലും നല്ല രീതിക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഇതൊന്നും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത് തരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ വന്നിട്ട് നമുക്ക് 7th സ്റ്റാൻഡേർഡിന്റെ ഇംഗ്ലീഷുമായിട്ട് നമുക്ക് കാണാം കേട്ടോ. അതുവരേക്കും താങ്ക് യു.